27 വയസ്സുള്ള ആ പെൺകുട്ടി വളരെ അപ്രതീക്ഷിതമായി അവളുടെ ക്രഷിന്റെ കൂടെ നിൽക്കുന്ന ഒരു സമയം പെട്ടെന്ന് 10 വർഷങ്ങൾ പിറകിലേക്ക് പോകുന്നു. അവളിപ്പോൾ ഒരു 17-കാരിയായിട്ടാണുള്ളത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഉടനീളം അവൾ ആ 17 വയസ്സിൽ തന്നെ നിന്നില്ല. അവളുടെ ലൈഫിൽ പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആ ഒരു സമയത്തുണ്ടാവുന്നു. അതിലൂടെ അവൾ ഇതുവരെ മനസ്സിലാക്കാതിരുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അത് അവൾക്ക് വലിയൊരു എക്സ്പീരിയൻസും ഫീലും തന്നെയായിരുന്നു. പക്ഷെ 17-ൽ നിന്ന് വീണ്ടും അവളുടെ പ്രായത്തിലേക്ക് അവൾ മടങ്ങി വന്നോ? അതിന്റെ ഇടയിൽ അവളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു, അവൾ എങ്ങനെ തിരിച്ച് നോർമലായി എന്ന കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ ബാക്ക് ടു 17 എന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ രസകരമായ സ്റ്റോറിയാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സോങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. സോങ് ആരോ അവളുടെ വീഡിയോ എടുക്കുമ്പോ അതിൽ അവളെ ഇൻട്രോഡ്യൂസ് ചെയ്യാണ്. എന്റെ പേര് സോങ്, എനിക്ക് 27 വയസ്സാണെന്ന് പറയുന്നവൾ വേഗം തിരുത്തി അല്ലല്ല 17 വയസ്സെന്ന് അല്പം ഡൗട്ടോടെ പറയുന്നു. ആക്ച്വലി എനിക്ക് 27 വയസ്സുണ്ട്, പക്ഷെ ഇപ്പോ 17 വയസ്സിലുള്ള പോലെ ഒരു ഫീൽ ആണെന്ന് അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പറയുമ്പോഴാണ് എന്താണ് സംഭവിച്ചത് എന്നത് നമ്മളിപ്പോ കാണുന്നത്. നമ്മളിപ്പോ കാണുമ്പോ ആക്ച്വലി സോങ്ങിന് 27 വയസ്സാണ്. അവളുടെ ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ചു നടന്നു വരുന്ന സമയം നാളത്തെ മീറ്റിങ്ങിന് ഇടാനായിട്ട് എനിക്ക് നല്ലൊരു ഡ്രസ്സ് കിട്ടിയല്ലോ, എത്ര തപ്പിട്ട് ഒരെണ്ണം കിട്ടിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുമ്പോഴാണ് ഫ്രണ്ടിന് ഒരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് കണ്ടപാടെ ഫ്രണ്ട് പണ്ടത്തെ ചില കാര്യങ്ങൾ പറയുമ്പോ സോങ്ങിന്റെ മുഖം വാടുന്നു. ആ ടീം സോങ്ങിന്റെ സ്കൂൾ ക്രഷിന്റെ കാര്യമൊക്കെ ഫ്രണ്ട് പറയുമ്പോ അവൾ അതൊന്നും വലിയ കാര്യമാക്കാതെ ശരി എനിക്ക് ഇത്തിരി തിരക്കുണ്ട് വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞ് വേഗം അവളുടെ താമസ സ്ഥലത്തേക്ക് എത്തുന്നു. വന്നപാടെ ഒരു റെക്കോർഡർ എടുത്തു നോക്കുന്നു. അതിൽ സ്കൂൾ കാലഘട്ടത്തിൽ സോങ് ആരുടെയോ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തത് കണ്ട് അവൾ വളരെ നൊസ്റ്റാൾജിക് ആവുന്നു. അതിലുള്ള ആ പയ്യന്റെ പേര് സു എന്നാണ്. സുവിനെ സോങ്ങിന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പോലും അറിയാതെ അവൾ പല വീഡിയോസും അവന്റെ കാൻഡിഡായി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവൾ മുന്നേ പറഞ്ഞ ഒരു മീറ്റിങ്ങിന് പോകാനായി അവൾ റെഡി ആവുന്നു. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജോലി സംബന്ധമായ മീറ്റിംഗ് ഒന്നും അല്ല, മറിച്ച് റീയൂണിയൻ എന്ന് പറയാം. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഇതിനു വേണ്ടി സ്പെഷ്യലായി തെരഞ്ഞു പിടിച്ച് വാങ്ങിച്ച ഡ്രസ്സ് അവിടുത്തെ വെയിട്രസ് ഇട്ടിരിക്കുന്ന അതേ ഡ്രസ്സാണെന്ന് സോങ് കാണുന്നത്. അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നുന്നു. കാരണം ഇവളെ കണ്ട് ചിലര് തെറ്റിദ്ധരിച്ച വെയിട്രസ് ആണെന്ന് കരുതി കുടിച്ച ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനേ കാറിൽ വേറെ ഡ്രസ്സ് ഇരിപ്പുണ്ട്, അത് മാറ്റിയിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോകും. അവിടെ ചില പെൺകുട്ടികൾ സംസാരിക്കുന്നത് കേൾക്കുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ, അവൻ വന്നിട്ടുണ്ട്. അവൻ വന്നപാടെ എല്ലാ പെണ്ണുങ്ങളും അവനെ തന്നെ വായി നോക്കി നിൽക്കുമായിരുന്നു. അവന്റെ കൂടെ ആണെങ്കിൽ ഗേൾ ഫ്രണ്ടും ഉണ്ട്. പുള്ളിക്കാരി ഏതാണ്ട് റിച്ച് ആണെന്ന് തോന്നുന്നു, വലിയ കോസ്റ്റ്ലി ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ഇവർ അടക്കം പറയുന്നത് സോങ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സോങ് വേഗം തന്നെ വളരെ വിഷമത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഫ്രണ്ടിനെ ഫോൺ ചെയ്യുന്നു. ഈ ഫ്രണ്ട് മറ്റാരും അല്ല, നമ്മള് മുന്നേ ഡ്രസ്സ് വാങ്ങിച്ചു വരുന്ന ടീം സോങ്ങിന്റെ കൂടെ ഒരു ഫ്രണ്ടിനെ കണ്ടിരുന്നില്ലേ, അവളോട് പഴയ സ്കൂൾ ക്രഷിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കളിയാക്കിയ അതേ ഫ്രണ്ട് തന്നെയാണ്. അവളുടെ പേര് ഹേ എന്നാണ്. ഹേ ഫോൺ ചെയ്ത് ഞാൻ പോവാണെന്ന് സോങ് പറയുമ്പോ എന്ത് പറ്റിയെന്ന് ഹേ തിരക്കുന്നു. നിനക്കറിയാലോ, ഞാൻ ഇന്നലെ ഈ ഒരു റിയൂണിയന് വരാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഡ്രസ്സ് തപ്പി നടന്നതും ഇവിടെ വരാൻ ആഗ്രഹിച്ചതും ഒക്കെ സുവിനെ കാണാനായിട്ടാണെന്ന്. അവന് കൊടുക്കാനായിട്ട് ഞാനൊരു ഗിഫ്റ്റും കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, പക്ഷെ അവന് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നാ കേൾക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാ അവൻ ഇത് കൊടുക്കുന്നതെന്ന് അവള് സങ്കടപ്പെടുമ്പോ നീ എന്തായാലും ഇങ്ങ് വാ, ആ ഗിഫ്റ്റ് അവിടെ ഇരിക്കുക, അത് ഇപ്പൊ എന്ത് ചെയ്യുന്നെല്ലാം ഹേ പറയുമ്പോ അത് എടുത്തോണ്ട് ഞാൻ പോവാണെന്ന് പറയുന്ന സോങ് നേരെ ഹേയുടെ കൂടെ ചെല്ലുന്നു. എന്നിട്ട് ആ ഗിഫ്റ്റ് വെച്ചിരിക്കുന്ന സ്ഥലം നോക്കുന്നു. അവിടെ ഒരുപാട് ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് നിന്റേത് നീ ഇപ്പോ ആരും കാണാതെ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരണമെന്ന് ഹേ പറഞ്ഞ് സോങ്ങിനെ വിടുന്നുണ്ട്. അവള് നേരെ വന്ന് ആ ഗിഫ്റ്റ് എടുത്ത് തിരിയുമ്പോഴേക്കും അവളെ കണ്ട് ചിലര് വിളിക്കുന്നു. കാരണം ഇവൾ ഓൾറെഡി ഇവിടുത്തെ വെയിട്രസ് ഒക്കെ ഇട്ടിരിക്കുന്ന പോലത്തെ ഡ്രസ് ആണല്ലോ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഗിഫ്റ്റുകൾ ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാണെന്ന് കരുതിയാണ് അവര് വിളിച്ച് നിർത്തുന്നത്. തിരിഞ്ഞു നോക്കുമ്പോ സോങ്ങിനെ കാണുമ്പോഴാണ് നീ ഇവിടെ വെയിട്രസ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടോന്ന് അവളുടെ കൂടെ പഠിച്ച സോങ്ങിനെ അറിയാവുന്ന ചില ആളുകൾ അവളെ കണ്ട് ചോദിക്കുമ്പോ അല്ല, അതൊരു കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ച അബദ്ധമാണെന്ന് അവള് പറയുന്നു. അല്ല, നീ ഈ ഗിഫ്റ്റ് എന്തിനാ എടുത്തോണ്ട് പോകുന്നത് എന്നവർ ചോദിക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ നിൽക്കുന്ന സൂവിനെ സോങ് ഇപ്പോ കാണുന്നത്. സൂ ഇവരുടെ ക്ലാസ്സിലെ ഒരു പയ്യനാണ്. കൂടാതെ അന്ന് അവനായിരുന്നു ക്ലാസ് ലീഡർ. പഠിച്ച് കുറെ നാളുകൾ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും എല്ലാവരും ആ ഒരു വലിയ കാര്യത്തോടെ തന്നെ സൂവിനെ ലീഡർ എന്ന് തന്നെയാണ് ഇപ്പോഴും വിളിക്കുന്നത്. ഇന്ന് സൂവിന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അത് പ്രമാണിച്ചാണ് ഇന്ന് തന്നെ ഒരു ഗെറ്റ് ടുഗദർ വെച്ച് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ ഒരു റീയൂണിയനും ആവും, സൂവിന്റെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യാലോ. സൂ ആണ് ഈ കാര്യത്തിന് ഒരു മുൻകൈ എടുത്തത് തന്നെ. എന്തേലും അപ്പോ സൂവിനെ കണ്ട് സോങ് ഒന്ന് ഫ്രീസ് ആവുന്നുണ്ട്. അപ്പോഴേക്കും ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാനായി ആ പാക്കറ്റില് കൈയിടുന്ന
സോങ്ങിന്റെ ക്ലാസ്മേറ്റ് അതിൽ നിന്ന് റെക്കോർഡർ എടുക്കുന്നു. ഇത് നീ പണ്ട് പഠിക്കുമ്പോ എപ്പോഴും കയ്യിൽ വെച്ചോണ്ട് നടക്കാറുണ്ടായിരുന്ന ആ പഴയ സാധനം തന്നെയല്ലേ? ഇതാണോ നീ ഗിഫ്റ്റ് കൊടുക്കാൻ കൊണ്ടുവന്നേ? ഇതിൽ താൻ സൂവിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇവര് കണ്ടാല് തനിക്ക് അവനോട് ക്രഷ് ഉണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോ പബ്ലിക് ആവും, പിന്നീട് നാട്ടു കേസാവും. അവൻ ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഈ സമയത്ത് ഞാനിതിന് ആവശ്യമില്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചവൾ അത് അവർ ഓൺ ആക്കാതെ തടുക്കാനായി നോക്കുന്നു. അവള് ശ്രമിക്കുമ്പോ ഇവര് ഹൈറ്റിന് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവള് ചാടി ചാടി പിടിക്കാൻ നോക്കി ഒടുക്കം കാല് സ്ലിപ്പായി വീഴാൻ പോകുമ്പോ സൂ ആണ് അവളെ വീഴാതെ പിടിക്കുന്നത്. അങ്ങനെ സോങ് പിന്നീട് നോക്കുമ്പോ അവളിപ്പോ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിലാണുള്ളത്. തൊട്ടു മുന്നേ സൂ നിൽപ്പുണ്ട്. അവളുടെ പഴയ അതേ ക്ലാസ്മേറ്റ് ആയി. 27 വയസ്സിൽ നിന്ന് ഞാൻ പെട്ടെന്ന് 17 വയസ്സിലേക്ക് വന്നോന്ന് അവൾ ആകെ അമ്പരക്കുന്നുണ്ട്. ഒരുപക്ഷെ തനിക്ക് തോന്നുന്ന ഒരു മധുര മനോഹര സ്വപ്നമായിരിക്കും ഇതെന്ന് ചിന്തിച്ചവൾ എന്തായാലും ഈ സ്വപ്നം യൂട്ടിലൈസ് ചെയ്യണമെന്നോർത്ത് അവന്റെ പല വീഡിയോസ് അവൾ എടുത്തത് ഒരു കാസറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് അവന് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അവനെ കിസ്സും ചെയ്യുന്നു. കറക്റ്റായി ആ ഒരു കിസ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും കാണുന്നുണ്ട്, സാറും കാണുന്നുണ്ട്. ഇതൊക്കെ ഇവര് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സോങ് കിസ് ചെയ്തത്. കാരണം ഇതൊക്കെ ഇവളുടെ സ്വപ്നമല്ലേ, റിയാലിറ്റി അല്ലല്ലോ. കാരണം ഇവളിപ്പോ യഥാർത്ഥത്തിൽ 27 വയസ്സുള്ള ഒരു പെണ്ണാണ്. അതുകൊണ്ട് എന്തായാലും 17 വയസ്സിൽ തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു സ്വപ്നത്തിലൂടെ നടക്കട്ടെ എന്ന് ഓർത്ത് അവള് ചെയ്തതാണ്. പക്ഷെ അത് കണ്ട സാറ് അവരെ കൈയോടെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി വഴക്ക് പറയുന്നു. ഇതൊരു സ്കൂളാണ്, ഈ പ്രായത്തിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നല്ല. ഓ, സ്വപ്നത്തിലും ഈ സാറ് മഹാ ടെറർ ആണല്ലോ എന്ന് അവൾ ആകെപ്പാടെ അന്തം വിടുന്നു. സാറിനോട് പറയുകയും ചെയ്യുന്നുണ്ട്, സാറേ ഇങ്ങനെ അങ്ങ് ദേഷ്യപ്പെടരുത് കേട്ടോ, സാറ് മുടി കൊഴിഞ്ഞ് ആകെ മൊട്ടയായി പോവും, ഇങ്ങനെ ടെൻഷൻ അടിച്ചാലെന്നല്ല അവളും ഉറക്കെ സാറിനോട് പറയുമ്പോ സാർ അവളോട് ദേഷ്യപ്പെടുന്നു. എന്താ പണിഷ്മെന്റ് തരാത്തതിന്റെ കുഴപ്പമാണെന്ന് നിൽക്കുന്നില്ല. സാർ ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോ ഇനി ഇവിടെ നിന്ന് സീനാവും. എന്തായാലും സ്വപ്നത്തിൽ ഒരു കിസ് അടിക്കാൻ കഴിഞ്ഞല്ലോ, അത് മതി, വേഗം സ്വപ്നത്തിൽ നിന്നുണ്ടായിരുന്ന റിയാലിറ്റിയിലേക്ക് പോയിട്ട് വേണം കുളിച്ചൊരുങ്ങി ഓഫീസിലേക്ക് ജോലിക്ക് പോകാനൊക്കെ ചിന്തിച്ച് അവൾ ആ ജനലിന്റെ അവിടെ നിന്ന് ഒരു ചാട്ടം ചാടുന്നു. സ്വപ്നമല്ലേ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ചാട്ടത്തിൽ നിന്നൊക്കെ ഉണരുമെന്ന് വിചാരിച്ച് ചാടുന്നതാണ്. നമ്മൾ തന്നെ സ്വപ്നത്തില് ചിലപ്പോ ഇങ്ങനെ ഉറക്കത്തിന്റെ ഇടയിൽ കൊക്കയിലേക്ക് വീഴുന്ന പോലെയൊക്കെ സ്വപ്നം കണ്ട് ഞെട്ടി എണ്ണിക്കാറില്ലേ? ഞാൻ പലപ്പോഴും എണ്ണിക്കാറുണ്ട്. അതുപോലെ സോങ് ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ അവൾ ശരിക്കും ചാടി ലൈറ്റ് ആയിട്ട് പരിക്കേൽക്കുന്നു. ഭാഗ്യത്തിന് ഒത്തിരി ഫ്ലോർ മുകളിൽ നിന്നല്ല ചാടിയത്, ജസ്റ്റ് ഒന്ന് താഴത്തെ ഫ്ലോറിൽ നിന്ന് ജനലിൽ നിന്നൊന്ന് ചാടി. അതുകൊണ്ട് തന്നെ ചെറുതായി ഒന്ന് പരിക്കേറ്റ് സിക് റൂമിൽ ഇരിക്കുന്ന അവൾക്ക് ഇത് സ്വപ്നമല്ല എന്ന് മനസ്സിലാവുന്നു. അവള് വേഗം കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് പിച്ചിയും നുള്ളിയും ഒക്കെ നോക്കുന്നുണ്ട്. അവൾ അങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന അമ്പരപ്പിൽ നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് എത്തുന്ന സൂ അവളോട് നീ ഓക്കെ അല്ലേ, സാർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞെന്ന് പറയുമ്പോ അവളെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ പറഞ്ഞോണ്ട് നിൽക്കാണ്. എങ്കിൽ വാ ഫിസിക്സ് പീരീഡാ, ക്ലാസ്സിൽ പോവാന്ന് അവൻ വിളിക്കുമ്പോ ഓ എനിക്ക് എങ്ങും വയ്യാന്ന് പറഞ്ഞു അവൾ ആകെ മടി പിടിക്കുന്നു. അതെ എനിക്ക് കാല് ഭയങ്കര വേദന, ക്ലാസ്സിൽ വരാൻ വയ്യാന്ന് പറഞ്ഞ് അവൾ ഒരു കാല് പൊത്തിപ്പിടിച്ച് നേരെ ബെഡിൽ പോയിരിക്കുമ്പോ അതിന് ഈ കാലിലല്ലല്ലോ വീണപ്പോ പരിക്കേറ്റത്, വെറുതെ എന്തിനാ അടവെടുക്കുന്നേന്നുള്ള രീതിയിൽ അവൻ ചോദിക്കുമ്പോ അത് പിന്നെ ഈ അടുത്തായിട്ടേ പഠിച്ച് ചില കാര്യങ്ങളൊക്കെ എനിക്ക് തിരിഞ്ഞു പോകുന്നതാ, അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നീ ഇപ്പോ സത്യത്തില് എന്നോടുള്ള കെയർ കൊണ്ടല്ലേ എന്നെ അന്വേഷിച്ച് വന്നേന്ന് അവള് ചോദിക്കുമ്പോ അവൻ ഇങ്ങനെ അവളെ തന്നെ തുറച്ചു നോക്കുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് പോകുമ്പോ കൂടെ സൂവും പോകുന്നുണ്ട്. നിനക്ക് ഇന്ന് വീണ് വയ്യാഴിക വന്നതുകൊണ്ടാ ഞാനിപ്പോ ഇതേ കൂടെ ഇങ്ങനെ വരുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞ പഠിച്ച് തല പോകുന്നതോ എന്തോ, നീ ഇന്ന് ചെയ്ത കാര്യങ്ങൾക്ക് എനിക്ക് എക്സ്പ്ലനേഷൻ വേണം. എന്നെ നീ കിസ് ചെയ്തു, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്തു, എന്താ കാര്യമൊന്ന് എല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ നീ എന്നോട് പറയണമെന്ന് അവൻ ഇങ്ങനെ അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവളുടെ മനസ്സിൽ ശരിക്കും ഞാനിപ്പോ എന്റെ 17ാമത്തെ വയസ്സിലാണോ ഉള്ളത്, ശരിക്കും ഞാൻ എങ്ങനെ എന്റെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു, എന്താ എനിക്ക് സംഭവിച്ചത് എന്നൊക്കെയുള്ള ചിന്തകളാണ്. ഞാൻ ഇനി തിരിച്ചു പോയില്ലെങ്കിൽ എന്റെ ജോലി എന്താവും, എന്റെ പേരൻസ് എന്നെ കാണാതെ വിഷമിക്കില്ലേ എന്നെല്ലാം അവള് ചിന്തിച്ചിങ്ങനെ നടന്ന് ശ്രദ്ധിക്കാതെ സൂവിനെ ചെന്നിടിക്കുന്നു. അവൻ അവളെ റോഡ് നോക്കി നടക്കാനായി പറഞ്ഞ് നേരെ പിടിച്ച് നിർത്താണ്. ആ ഒരു സമയത്താണ് അവൾക്ക് ഓർമ്മ വരുന്നത് മുന്നേ അവളുടെ 27ാമത്തെ വയസ്സിൽ ആ ഒരു റീയൂണിയനിൽ പങ്കെടുത്തിരുന്നല്ലോ. ആ ഒരു ടൈം റെക്കോർഡർ പിടിക്കാൻ നോക്കി വീഴാൻ പോയി അവളെ സൂ പിടിക്കുന്ന ടീമാണല്ലോ. അവൾ ടൈം ട്രാവൽ ചെയ്ത് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അതിലായിരിക്കും എന്തെങ്കിലും ഗുഡ് ഫ്രണ്ട്സ് ഉള്ളത്. ആ രീതിയിൽ തനിക്ക് തിരികെ പോകാൻ സാധിക്കൂ എന്ന് വിചാരിച്ചവൾ ഇവൻ അടുത്തുള്ളതാണ് പ്രശ്നം എന്ന് കരുതി ഇവന്റെ അടുത്തുനിന്ന് ഓടാൻ നോക്കാണ്. പക്ഷെ ഓടുന്ന അവൾ നേരെ ചെല്ലുന്നത് സ്കൂളിലേക്കാണ്. ഇതെന്താ ഞാനിപ്പോ സ്കൂളിൽ വന്നതെന്ന് ചിന്തിച്ച് അവൾ വീണ്ടും സ്കൂളിൽ നിന്ന് എത്രയോ വട്ടം പുറത്തേക്ക് ഇറങ്ങി ഓടാനൊക്കെ നോക്കിയിട്ടും അവള് സ്കൂളിൽ തന്നെ വരുന്നു. അതെന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ചവൾ ആലോചിക്കുമ്പോ ഒരുപക്ഷെ മുന്നേ താൻ സൂവിന്റെ അടുത്ത് നിന്ന് ഓടാൻ നോക്കിയാണല്ലോ വീണ്ടും സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ടൈം ട്രാവൽ സംഭവിച്ചപ്പോ അവൻ തന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പൊ അവൻ അടുത്ത് വേണമെന്ന് തോന്നുന്നവൾ പെട്ടെന്ന് അത് കണ്ടുപിടിച്ച സന്തോഷത്തില് അതാണ് തന്റെ തിരികെ പോകാനുള്ള ഒരേ ഒരു വഴിയെന്ന് തിരിച്ചറിഞ്ഞ സന്തോഷത്തില് തുള്ളിച്ചാടി അവന്റെ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ക്ലാസ്സിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോ കുട്ടികളെല്ലാം അവളെ നോക്കി ചിരിക്കുന്നു. തന്റെ പേര് ഇവളിങ്ങനെ ക്ലാസിന്റെ ഇടയിൽ ഉറക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കണ്ട സൂവും ഇവൾക്ക് ഇത് എന്തിന്റെ കേടാണെന്ന് മട്ടിൽ അവളെ നോക്കുന്നുണ്ട്. കാരണം ഈ അടുത്ത അവള് വല്ലാത്ത രീതിയിൽ
പെരുമാറുന്നു എന്നൊരു സംശയവും അവൻ പ്രകടിപ്പിച്ചിരുന്നല്ലോ. എന്തായാലും ഇവൻ കൂടെ വേണം, ഇവൻ കൂടെ ഉള്ളപ്പോ ആ റെക്കോർഡറും കൊണ്ട് ട്രൈ ചെയ്താലേ തനിക്ക് തിരികെ പോകാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന അവൾ അവനോട്, ഞാൻ നിനക്ക് ടൈം ട്രാവലും ടൈം ലൂപ്പും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ, അതുകൊണ്ട് അതിനെ പറ്റി ഒരു ബുക്ക് തരാം, എന്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞ് അവനെ കൂട്ടി വീട്ടിലേക്ക് വന്ന് അവനെ സോഫയിൽ പിടിച്ചിരുത്തി ഞാൻ ഇപ്പൊ ബുക്ക് എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് അകത്ത് അവളുടെ റൂമിലേക്ക് ചെന്ന് ആ റെക്കോർഡറും കയ്യിൽ പിടിച്ച് താൻ തിരികെ തന്റെ 27ാമത്തെ വയസ്സിലേക്ക് പോകണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടി റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞ് ആ റെക്കോർഡർ ഓപ്പൺ ആക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്ത് ഇനി ഞാൻ എങ്ങനെ തിരിച്ചു പോകും, എന്തൊക്കെ ചെയ്തിട്ടും വർക്കൗട്ട് ആവുന്നില്ലല്ലോ എന്ന് നിരാശയില് അവൾ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് എത്തുന്നവൻ, നിന്റെ കയ്യിൽ ബുക്കില്ലേ, ബുക്ക് തരാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒന്ന് ചുമ്മാ സമയം കളയുന്നത് എന്തിനാണെന്ന് ദേഷ്യപ്പെടുന്നു. അവൻ ഇവളുടെ അടുത്ത് നിന്ന് പോയപ്പോ അവള് വീണ്ടും വീട്ടിൽ നിന്ന് തിരിച്ച് സ്കൂളിലേക്ക് ചെല്ലുന്നു. അതായത് എപ്പോഴൊക്കെ ടൈം ട്രാവൽ ചെയ്ത് തന്റെ 17ാമത്തെ വയസ്സിലേക്ക് സോങ് തിരിച്ചെത്തിയോ അപ്പോഴെല്ലാം സൂ അവളുടെ അടുത്തില്ലെങ്കിൽ സോങ് സ്കൂളിനകത്ത് തന്നെ വന്നു പെടുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ ഉള്ളത്. വീട്ടിലുണ്ടായിരുന്ന അവൾ അവന്റെ അടുത്ത് നിന്ന് മാറിയപ്പോ അവളുടെ സ്കൂളിൽ വന്നിരിക്കുകയാണ്. കയ്യില് ആ അടുത്ത് റിലീസായ ഒരു വീഡിയോ ഗെയിമും ഉണ്ട്. അവളത് മറ്റു കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന സൂ എങ്ങോട്ടും എഴുന്നേറ്റ് പോന്നു. അവനും ഇവളും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വരുമ്പോ വീണ്ടും ഇവൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവൻ എങ്ങോട്ട് പോകുന്നു അവിടേക്ക് തന്നെ ഇവളും വന്നുപെടാണ്. ഇപ്പൊ അവൻ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവളും ഗ്രൗണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. അവിടെ ബാസ്കറ്റ് ബോൾ ഒക്കെ കളിച്ചു കഴിഞ്ഞ് വളരെ വിയർക്കുന്ന അവൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് കൊടയുമ്പോ അവന്റെ 6 പാക്ക് ഒക്കെ കണ്ട സന്തോഷത്തില് അവൾ ഇങ്ങനെ മതി മറന്ന് നിൽക്കാണ്. അവൻ മുന്നോട്ട് നടന്നു പോകുന്നതൊന്നും അവളപ്പോ ശ്രദ്ധിക്കുന്നില്ല. അവൻ വീണ്ടും അവളുടെ അടുത്ത് നിന്ന് മാറുമ്പോ അവള് വീണ്ടും ക്ലാസ്സിൽ വന്നു പെടുന്നു. കാരണം അവനിപ്പോ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ഇവനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന, എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു സോങ്. പക്ഷെ ഇപ്പോ ഇങ്ങനെ മിനിറ്റിന് അവൻ മാറുന്നതിനനുസരിച്ച് അവൻ പോകുന്നിടത്തേക്കെല്ലാം ഇവള് ഇങ്ങനെ ചെന്ന് പെടുമ്പോ, അതും 10 വർഷങ്ങൾക്ക് പിറകിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവൾക്ക് നല്ല നിരാശ വരുന്നുണ്ട്. എത്ര നാൾ ഇനി ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, എനിക്ക് ഇങ്ങനെ അവന്റെ പിറകെ അവൻ പോകുന്നിടത്തേക്കൊക്കെ പോയി നടക്കാൻ വയ്യാന്നില്ല. ഇനി ഒരു പക്ഷെ തനിക്ക് അവനെ ഇഷ്ടമുള്ളത് കൊണ്ട് താൻ അവന്റെ അടുത്തേക്ക് വന്നു പെട്ട പോലെ ഇനി അവന് തന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണോ അവന്റെ അടുത്ത് നിന്ന് പോയാൽ തനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കരുതി അവൾ അന്ന് ക്ലാസ് കഴിയുമ്പോൾ അവനോട്, നിനക്കും എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നു. ആ ടീം അവൻ, നീ എന്തീ പറയുന്നതെന്ന് പറഞ്ഞ് അത് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുമ്പോ അപ്പോ ഇവൻ എന്നോട് ഇഷ്ടമില്ല അല്ലേ എന്ന് അവൾക്ക് നല്ല നിരാശ ആവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാന്, നിരാശ ആണെങ്കിൽ പോലും ഇനി അവന്റെ മുന്നിൽ ചെന്ന് പെടേണ്ടെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെയും അവന്റെ മുന്നിൽ പോയി പെട്ടിരിക്കും. അങ്ങനെ ആ ഒരു ശോകത്തില് അവൾ അടുത്ത ദിവസം ക്ലാസ്സിൽ ഇരിക്കുന്ന ടീം അടുത്തതായി ക്ലാസ്സിലെ സീറ്റ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണെന്നും ആരുടെ അടുത്ത് ഇരിക്കണമെന്ന് അറിയാൻ ലോട്ട് ഇടാമെന്നും സാറ് പറയുന്നു. അങ്ങനെ തന്റെ ലോട്ട് എടുക്കുന്ന സോങ് തനിക്ക് സൂവിനെ തന്നെ അടുത്ത് കിട്ടണേന്ന് അറിയാവുന്ന ദൈവങ്ങളെ എല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചാണ് എടുക്കുന്നതെങ്കിലും അവൾക്ക് വേറെ ആരോ ആണ് കിട്ടിയത്. സൂവിന്റെ അടുത്ത് ഒരു പയ്യനാണ് ഇരിക്കാൻ നറുക്ക് വീണത്. അതറിയുന്ന അവൾ ആ പയ്യന്റെ അടുത്ത് ചെന്ന്, നമുക്ക് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്താലോ, ദേ നോക്ക് എന്റെ സീറ്റ് നല്ല കിടുക്കൻ സീറ്റാ, ജനലിന്റെ അടുത്താ, ഇവിടെ ഇരുന്ന് നീ വീഡിയോ ഗെയിം കളിച്ചാലോ, ബോറിംഗ് ക്ലാസ്സില് വായി നോക്കിയിരുന്നാലോ, ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല, നിനക്ക് ഇവിടെ ഇരുന്നൂടെയെന്നില്ല അവനോട് പറയുമ്പോ അവൻ ആദ്യം അതിനെ സമ്മതിക്കുന്നില്ലെങ്കിലും അവള് പിന്നീട് ഇവന്റെ ബാഗ് ഒക്കെ ചുമന്നു കൊടുക്കാന്ന് വാക്ക് പറയുമ്പോ അവൻ അതിന് സമ്മതിക്കുന്നു. അന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ സീറ്റ് മാറി കൊടുക്കുമ്പോ സോങ്ങിന്റെ അടുത്ത് പോയിരിക്കുന്നു. ഇവളല്ല തന്റെ അടുത്ത് ഇരിക്കണ്ടേന്ന് അറിയാവുന്നവൻ അത് വെച്ച് നോക്കുമ്പോ, അല്ല അവന് ജനലിന്റെ അടുത്തിരുന്ന് കാറ്റ് കൊള്ളണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മാറിക്കൊടുത്തതാണെന്ന് ഒരു കള്ളം പറയുന്നുണ്ട്. അന്ന് ക്ലാസ് കഴിഞ്ഞ ആ പയ്യന്റെ ബാഗൊക്കെ സോങ് ചുമന്നുകൊണ്ട് നടക്കുമ്പോ അവൻ ഇവളെ കളിയാക്കിക്കൊണ്ട് അതിന്റെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് നടക്കുന്നുണ്ട്. അത് കാണുന്ന സൂ അവളുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വാങ്ങി അവളെ സഹായിക്കുന്നു. കൂടാതെ എന്റെ കൂടെ ഇരിക്കാനായിട്ട് നീ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് അവളെ നൈസായി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി ആ പയ്യന്റെ അടുത്ത് ചെന്ന് അത് അവന് നേരെ എറിഞ്ഞു കൊടുത്തിട്ട്, നിന്റെ സാധനങ്ങൾ നീ എടുക്കാൻ പഠിക്കുക, അല്ലാതെ വേറൊരാളെ കൊണ്ടല്ല എടുപ്പിക്കേണ്ടതെന്ന് അവന് താക്കീതും ചെയ്യുന്നുണ്ട്. സൂ അവരുടെ ക്ലാസിന്റെ ലീഡർ ആയതുകൊണ്ട് തന്നെ എല്ലാരും അവൻ പറയുന്നത് നല്ല കാര്യമായി തന്നെ കേൾക്കും. ഈ ടീം ഇത് കാണുന്ന സോങ്ങിന് വലിയ സന്തോഷമാവുന്നു. അവൾ അവന്റെ അടുത്തേക്ക് ഓടിച്ചാടി വരുമ്പോ, എന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ നടക്കണ്ടെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, കൂടാതെ ഞാൻ നിന്റെ ഡെസ്ക് മേറ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെ കാണുമെന്നും പറഞ്ഞ് അവൾ അവന്റെ കൂടെ തന്നെ നടക്കാൻ അതൊരു അവസരമാക്കി എടുക്കുന്നു. അങ്ങനെ ഇവർ ഒന്നിച്ച് നടന്നു പോകുന്ന സമയം ആക്ച്വലി സോങ്ങിന് 27 വയസ്സുണ്ടല്ലോ. അവൾ ആ ഒരു കാര്യം കൊണ്ട്, നിനക്ക് എന്റെ പ്രായമാകുമ്പോ ലൈഫിനെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ, അതിന് നമ്മൾ ഒരേ വർഷം ജനിച്ചവരല്ലേ, നീ എന്നെക്കാൾ 3 മാസം മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് അവൻ പറയുമ്പോ ഇവന് തന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ അറിയാവുന്ന അവൾ അന്തം വിടുന്ന ടീം. അത് പിന്നെ ഞാൻ ക്ലാസ് ലീഡർ അല്ലേ, നിങ്ങളുടെ ID കാർഡ് ഒക്കെ കളക്ട് ചെയ്യുന്ന ടീം, ഞാൻ യാദൃശികമായിട്ട് പലരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അവളോട് പറയുന്നു. ആ ഒരു ടീമാണ് ആർക്കും എന്തോ അപകടം പറ്റിയെന്ന് ഉറക്കെ ഒരു ശബ്ദം കേൾക്കുന്നത്. അവിടേക്ക് സൂ പോകാൻ നിൽക്കുമ്പോ, നീ എന്റെ അടുത്തുനിന്ന് പോകരുത്, എപ്പോഴും എന്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞ് അവൾ അവന്റെ കൂടെ പോകുന്നു. നോക്കുമ്പോ ഒരാള് ബോധം കെട്ട് കിടക്കാണ്. ഈ ടീം രണ്ടുപേരും കൂടി ചേർന്ന്
വന്ന് അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നു. നിനക്കിതൊക്കെ എങ്ങനെ അറിയാന്ന് അവൻ ചോദിക്കുമ്പോൾ ഓൾറെഡി ഇവളെ ഇതൊക്കെ അവളുടെ കമ്പനിയിൽ എമർജൻസി ട്രെയിനിങ്ങിന്റെ ഭാഗമായി പഠിച്ചതാണെങ്കിലും അത് പറയുന്നില്ല. അതൊക്കെ അറിയാന്ന് പറയുന്നു. നിനക്ക് എങ്ങനെ അറിയാന്ന് അവള് ചോദിക്കുമ്പോൾ എന്റെ വീട്ടിൽ ഒരാൾ ഇതുപോലെ കുടിച്ച് ബോധം കെട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് സീൻ ഉണ്ടാക്കാറുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അവൻ ആരെയോ പറ്റി വളരെ വിഷമത്തോടെ പറയുന്നു. ആ സമയത്ത് അവൾ അവനോട് ഞാൻ മുന്നേ പറഞ്ഞില്ലേ നീ എന്നെ ഇട്ടിട്ട് ഇപ്പൊ എവിടേക്കും പോകലെന്ന്, അത് നീ തമാശയായിട്ടാണോ എടുത്തെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വളരെ സീരിയസാ. നീ എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ആകെ പ്രശ്ന. നീ എവിടെയാണുള്ളത് അവിടേക്ക് ഞാൻ പോലും അറിയാതെ ഞാൻ വന്നു വിടും. നിനക്കറിയാവോ ഞാൻ 10 വർഷം ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്തതേ ഇവിടെ വന്ന് നിൽക്കാ. അതിനും നീ തന്നെയാ കാരണം. നീ ഇല്ലാതെ എനിക്ക് ഇനി ഒരു മടങ്ങിപ്പോക്കോ ഇവിടെ നിലനിൽപ്പോ ഉണ്ടാവില്ല. നീ എപ്പോഴും എന്റെ കൂടെ വേണമെന്നല്ല അവള് പറയുമ്പോ ഇവൾക്ക് ഇതെന്താ വട്ടാണോന്ന് അതെല്ലാം കേട്ട് അവൻ അന്തം വിട്ട് നിൽക്കുന്നു. ശരിയെന്നാ ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ പോകുമ്പോ ഞാൻ പറഞ്ഞതൊന്നും അവന് വിശ്വാസമായിട്ടില്ല. അവനാകെ പേടിച്ചു പോവാണെന്ന് മനസ്സിലാക്കുന്ന സോങ് പോവല്ലേ ഞാൻ നിന്നോട് ഇപ്പൊ പോവല്ലേ എന്നല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് അവന്റെ പിറകെ ഓടാണ്. അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ ഈ ഒരു പാർട്ട് അവസാനിക്കാണ് കേട്ടോ. ഇതിന് ശേഷം എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സോങ് തിരിച്ച് അവളുടെ 27ാമത്തെ വയസ്സിലേക്ക് പോവുക, ഈ 17ാമത്തെ വയസ്സിൽ അവൾക്കിനി എന്തൊക്കെ സംഭവിക്കും, അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു 10 വർഷം പിറകിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നു പെട്ടിരിക്കുകയാണ് നമ്മുടെ സോങ്. അവൾ അന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന സോവിന്റെ അടുത്താണ് അവള് വന്നു പെട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോ അവന്റെ അടുത്തുനിന്ന് മാറാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്നു പെടുമ്പോ അവൾക്ക് ആകെപ്പാടെ നല്ലൊരു ബുദ്ധിമുട്ട് ഫീൽ ആവുന്നുണ്ട്. അവൾ അതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ ഒരു പെൺകുട്ടി സോങ്ങിന്റെ അടുത്തെത്തി. അതെ നീ ഇപ്പോ സൂവിന്റെ ഡെസ്ക് മേറ്റ് ആയില്ലേ, എന്ത് തോന്നുന്നു, കോൾ അടിച്ചല്ലോ കൊച്ചു കള്ളി എന്നൊക്കെ പറയുമ്പോ സൂ ആകട്ടെ വളരെ ഒരു പോപ്പുലർ പയ്യനാണ്, ലുക്സ് കൊണ്ടും അക്കാഡമിക്കലിയും എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങൾ കൊണ്ടും അങ്ങനെ എല്ലാം കൊണ്ടും. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ഒന്നിച്ചിരിക്കാൻ ഒരു പെൺകുട്ടിക്ക് ഭാഗ്യം കിട്ടുമ്പോ അത് എല്ലാവർക്കും അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആ പെണ്ണിങ്ങനെ ചോദിക്കുമ്പോ പണ്ടായിരുന്നെങ്കിൽ എനിക്കത് വലിയ സംഭവമാണ്, ഇപ്പൊ എന്തോ ചെയ്യാനാ, എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് അവളിങ്ങനെ ആലോചിച്ച് അവനെ പറ്റി എന്തോ ഒരു കൊരിഷ്ട് പറയാനായി വരുമ്പോഴാണ് അതുവഴി സോ നടന്നു പോകുന്നത് സോങ് കാണുന്നത്. അവൾ ഉടനെ തന്നെ അവൻ കേൾക്കാൻ വേണ്ടി അവൻ നല്ല പയ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ പറ്റി അങ്ങ് പൊക്കി അടിക്കുന്നു. അങ്ങനെ പിന്നീട് ക്ലാസ്സിൽ ഒന്നിച്ച് സോങ്ങും സൂവും ഇരിക്കുന്ന ടീം എന്തായാലും നീ എന്റെ ഡെസ്ക് മേറ്റ് ആയ സ്ഥിതിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാതെ വയ്യ, അത് ഇവിടുത്തെ റൂൾസ് ആണെന്ന് കൂട്ടിക്കോ. ഒന്നാമത്തേത് ചുമ്മാ ഇരിക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് പോയി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. രണ്ടാമത്തേത് എന്റെ അടുത്തേക്ക് ക്ലോസ് ആയി വരരുത്. മൂന്നാമത്തേത് എന്നോട് ആവശ്യമില്ലാതെ സംസാരിച്ച് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്തായാലും എനിക്കിപ്പോ ഇവിടെ ഇരുന്നേ പറ്റൂ, അതുകൊണ്ട് ഞാനത് പാലിക്കുമെന്ന് അവളും പറയുന്നു. അങ്ങനെ ഇവർക്ക് അടുത്ത പീരീഡ് ഇംഗ്ലീഷ് ആയിരുന്നു. സാറാകട്ടെ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച ഒരു പോയം ചൊല്ലാനായി ആരെ സെലക്ട് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോ സോങ് മറിഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് ഈ സാർ അവളെ തന്നെ എഴുന്നേൽപ്പിക്കുന്നു. അവൾ എന്തോ ഓർമ്മയില് 1-2 വരി പറയുന്നുണ്ട്. ആ സമയത്താണ് ബാക്കി അറിയാതെ നിൽക്കുമ്പോ ഇങ്ങനെ ഡെസ്കിൽ ആ ഒരു ബുക്ക് തുറന്നിരിക്കുന്നത് കാണുന്നത്. അവൾ അത് നോക്കി നൈസായി ബാക്കിയും കൂടി നല്ല കിടിലനായി ചൊല്ലുമ്പോ അത് മനസ്സിലാക്കുന്ന സൂ ബുക്ക് അടച്ചു വെച്ച് അവൾക്കിട്ട് ഒരു പണി കൊടുക്കുന്നു. അങ്ങനെ അവൾക്കത് ചൊല്ലാനും കഴിഞ്ഞില്ല. ക്ലാസ് കഴിയുമ്പോ നീ എന്തിനും ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ അവള് ദേഷ്യപ്പെടുമ്പോ റൂൾസ് മറക്കരുത്, അനാവശ്യമായിട്ട് എന്നോട് സംസാരിക്കാൻ വരരുതെന്ന് അവൻ അവളെ താക്കീത് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് പി.ടിക്ക് നിൽക്കുമ്പോ ക്ലാസ്സിൽ ഒന്നിച്ചിരിക്കുന്ന കണക്കാണ് അവിടെ ഒരു ഗെയിമിന് വേണ്ടി ഗ്രൂപ്പ് തിരിക്കുന്നത്. 2 ആളുകളുടെ അടുത്തടുത്തുള്ള കാലുകൾ കെട്ടിവെച്ച് അവർ ഒന്നിച്ച് വീഴാതെ നടന്നു പോകണം, അതായിരുന്നു ഗെയിം. പക്ഷെ ഏത് കാലം ആദ്യം എടുത്തു വെക്കുന്നതെന്ന് സോങ് ചോദിക്കുമ്പോ സൂ ലെഫ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ ലെഫ്റ്റ് വെക്കുന്നില്ല. അവളാണെങ്കിൽ ലെഫ്റ്റ് വെച്ച് വീഴുന്നു. എന്താടാ പറഞ്ഞിട്ട് അത് വെക്കാൻ ചെന്ന് അവള് ദേഷ്യപ്പെടുമ്പോ അത് പിന്നെ ലെഫ്റ്റ് വെക്കരുതെന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു, അപ്പോഴേക്ക് നീ എടുത്ത് വെച്ചില്ലേന്ന് അവൻ പറയുമ്പോ ഇവൻ തനിക്കിട്ട് മനഃപൂർവ്വം പണി തരാണെന്ന് മനസ്സിലാക്കുന്ന അവൾ പിന്നീട് അവൻ പോലും അറിയാതെ അവന്റെ മുതുകിൽ അവനെ കളിയാക്കി പേപ്പറിൽ എഴുതി അത് ഒട്ടിച്ചു വെക്കുന്നു. അത് കണ്ട് മറ്റുള്ള കുട്ടികൾ ചിരിക്കുമ്പോഴാണ് തന്റെ പിറകിൽ ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ടായിരുന്ന കാര്യം സോ അറിയുന്നത് തന്നെ. അവനിത് സോങ്ങിന്റെ പണിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് ക്ലാസ്സിലെ എക്സാം ഇടാണ്. എക്സാം ടൈം 2 പേർ ഒന്നിച്ചിരിക്കാതെ ഓരോരുത്തർ വെച്ചാണ് ഇരിക്കുന്നത്. സോങ് ആണെങ്കിൽ കോപ്പി അടിക്കാനായി മറ്റൊരു പയ്യനോട് ആൻസർ ചോദിക്കുമ്പോൾ അവൻ ചെറിയൊരു പീസ് പേപ്പർ ആൻസർ എഴുതി ഇവൾക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് സൂവിന്റെ അടുത്താണ് വന്ന് വീഴുന്നത്. അത് കണ്ട് സോങ് അവനോട് അതിങ്ങ് താന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അത് കൊടുക്കാതെ അവന്റെ അടുത്ത് തന്നെ വെക്കുന്നു. ഹോ എന്തൊരു മനുഷ്യനെ ഇവനെന്നെല്ലാം അവക്ക് ദേഷ്യം വരുന്നുണ്ട്. മുന്നേ അവനോടുണ്ടായിരുന്ന ഇംപ്രഷനൊക്കെ പതിയെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ പിന്നീട് ക്ലാസ്സിലിരിക്കുമ്പോ സൂ ഇല്ല, ഇവനിത് എവിടെ പോയി, ഇവനില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്, സാധാരണ ഇവൻ എന്റെ അടുത്തുനിന്ന് മാറിപ്പോയാൽ ഞാൻ ഇവൻ ഉള്ളിടത്തേക്ക് ചെന്ന് വിടുമല്ലോ എന്നൊക്കെ അവളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ ഒരു ടീം അവൻ വരുന്നുണ്ട്. ഡ്രസ്സിലൊക്കെ അഴുക്ക് പറ്റിയിട്ടുണ്ട്. ഇത് കണ്ടവൾ ഇന്ന് തുടയ്ക്കെന്നും പറഞ്ഞു ടിഷ്യൂ പേപ്പർ കൊടുക്കുന്നു. കൂട്ടത്തിൽ അവളും ഷർട്ടിന്റെ അറ്റത്ത് പറ്റിയിരിക്കുന്ന അഴുക്ക് തുടയ്ക്കാനായി അവനെ തൊടുമ്പോ പെട്ടെന്ന് അവൻ തട്ടി മാറ്റിയിട്ട് തൊടരുതെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. എന്ത് റൂഡാ ഇവൻ, ഞാനൊന്ന് കാഷ്വൽ ആയിട്ട് സഹായിക്കാൻ പോയതല്ലേ, അതിന് ഇങ്ങനെയൊക്കെ പെരുമാറണോ, ഇത്രയും റൂഡായ ഒരുത്തനെ ആയിരുന്നോ ഞാൻ ക്രഷ് അടിച്ച് ഇത്രയും വർഷം നടന്നതെന്ന് അവൾ ആലോചിച്ചിരിക്കുമ്പോഴേക്കും അവൻ വാഷ്റൂമിലെത്തി. ആ ഒരു സൈഡില് സ്ലീവ് മാറ്റുമ്പോഴാണ് നമ്മൾ കാണുന്നത് അവന്റെ കൈയുടെ അവിടെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ അവിടെ തൊട്ടപ്പോ അവന് വേദന എടുത്തത്. എങ്ങനെയാണ് ഈ മുറിവ് സംഭവിച്ചത് എന്നതൊന്നും ഇപ്പൊ അറിയില്ല.
അങ്ങനെ പിന്നീട് ക്ലാസ് തീരാറായിരിക്കുന്നു. നല്ല മഴയും പുറത്തുണ്ട്. സൂ ഇരുന്ന് ഹോംവർക്ക് എഴുതാണ്. സോങ് ഒരു ബുക്ക് വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്നു. ആ ടീം സൂവിന്റെ ഒരു ഫ്രണ്ട് അവനോട് നിനക്ക് കൊടയില്ലല്ലോ, നമുക്ക് ഒന്നിച്ച് പോവാന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ ഈ ഹോംവർക്ക് കഴിയുമ്പോഴേക്കും ലേറ്റ് ആവും, നീ പൊക്കോളാനായി പറയുന്നു. അതിനുശേഷം അവൻ സോങ്ങിനോട് നീ എനിക്ക് വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്തിരിക്കേണ്ട, വേണമെങ്കിൽ പോവാനായി പറയുമ്പോൾ അതിനാരാ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്, പിന്നെ എനിക്ക് വലിയ ആഗ്രഹമല്ല എന്നുള്ള രീതിയിൽ അവളും പെറുപുറത്തുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നു. വെളിയിലെത്തുമ്പോൾ അവൾ ഒരാളെ കാണുന്നു. അദ്ദേഹം അവളോട് സൂവിന്റെ ക്ലാസ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവനും ഞാനും ഡെസ്ക് മേറ്റുകളാ, അതാണ് ക്ലാസ് എന്ന് പറയുമ്പോൾ കൂടെ എടുത്തില്ലായിരുന്നു അവൻ, അത് കൊടുക്കാൻ വന്നതാ, ഞാൻ അവന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് സൂവിന്റെ അച്ഛൻ ആ ക്ലാസ്സിന്റെ അവിടേക്ക് പോകുമ്പോൾ സൂ പുറത്തേക്ക് വരുന്നുണ്ട്. അവൻ അച്ഛനെ കണ്ടിട്ടും അച്ഛൻ കൊട കൊടുത്തിട്ടും അതൊന്നും വേണ്ടാന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞ് മുന്നോട്ട് നടന്നു പോകുമ്പോൾ അച്ഛൻ അവന്റെ പുറകെ പോകുന്നുണ്ട്. ഇതെല്ലാം മാറി നിന്ന് കാണുന്ന സോങ്ങിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നീട് ക്ലാസ്സിൽ അടുത്ത ദിവസം സാറ് ഒരു ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി കുറച്ചു പേരെ സെലക്ട് ചെയ്യാനായി ചുമതല ഏൽപ്പിക്കുന്നത് സൂവിനെയാണ്. അവൻ തന്നെ സെലക്ട് ചെയ്യരുത്, അതിന്റെ പ്രാക്ടീസിനൊക്കെ ഇവന്റെ അടുത്തുനിന്ന് മാറിപ്പോകേണ്ട പ്രശ്നമാവും തോന്നുന്നു. അവള് പമ്മി ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ കറക്റ്റായി അവളെയും സെലക്ട് ചെയ്യുന്നു. അവനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അവൻ മാറ്റുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം അതിന്റെ പ്രാക്ടീസിന് വേണ്ടി ഓഡിറ്റോറിയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കൂട്ടുകാരികൾ വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത സോങ് ഒരു അടവെടുക്കുന്നു. അതെ, ഞാനൊരു സ്വപ്നം കണ്ടു, നമ്മുടെ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജ് ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന്, അതുകൊണ്ട് അവിടേക്ക് പോകണ്ട, എന്റെ സ്വപ്നമൊക്കെ ഫലിക്കുമെന്ന് അവള് പറയുമ്പോൾ കൂട്ടുകാരികൾ അത് വിശ്വസിക്കുന്നില്ല. നിന്റെ ഏത് സ്വപ്നമാണ് ഇതിനു മുന്നേ നടന്നത്, ഒരു തെളിവ് തരാനായി അവർ പറയുമ്പോൾ ഓൾറെഡി ഇവള് ഫ്യൂച്ചറിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ധാരണയുണ്ടല്ലോ, അതായത് ഇവരുടെ ലൈഫിൽ നടക്കുന്നതല്ല, അല്ലാതെ നാട്ടില് നടക്കുന്ന ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവൾ നമ്മുടെ ലൈറ്റ് ഹൗസ് കഴിഞ്ഞ കുറെ നാളായിട്ട് ലൈറ്റ് കത്താതിരിക്കുന്നില്ല, ഇന്ന് രാത്രി അതിൽ ലൈറ്റ് കത്തുമെന്ന് അവൾ പറയുന്നു. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം, എന്തായാലും ലൈറ്റ് ഹൗസിന്റെ അടുത്തല്ലേ സൂവിന്റെ വീട്, അവൻ പോയി നോക്കട്ടെ, എന്നിട്ട് അവൻ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാന്ന് ഫ്രണ്ട്സ് സൂവിനെ അവിടെ പോയി നോക്കാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ സൂ രാത്രി അവിടെ പോയി നിന്ന് നോക്കുന്നുണ്ട്. ആദ്യം ഒന്നും ലൈറ്റ് കത്തുന്നില്ല, പിന്നെ അവൻ പോകാനായി ഒരുങ്ങുമ്പോൾ ലൈറ്റ് കത്തുന്നത് കണ്ട് അവൻ അന്തം വിട്ടു പോകുന്നു. അടുത്ത ദിവസം അവൻ ക്ലാസ്സിൽ വന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ അത് പറയുമ്പോഴാണ് സോങ്ങിനെ മറ്റുള്ളവരെ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. ഇവക്കപ്പോ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ ചാൻസ് ഉണ്ട് എന്നവര് തെറ്റിദ്ധരിച്ച് ഇവളെ വിശ്വസിക്കാനായി തുടങ്ങുന്നു. അങ്ങനെ പിന്നീട് സ്കൂളിലുള്ള ടീം ചില കുട്ടികൾ ക്യാൻറ്റീന്റെ അവിടെ എന്തോ റെനോവേഷൻ നടക്കുകയാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് ശരിക്കും ഇവള് സ്കൂളിൽ പഠിച്ച ആ ഒരു ടീം ഇതുപോലെ ക്യാൻറ്റീനിലെ റെനോവേഷൻ നടന്ന സമയം അതിലൂടെ പോയ സോങ്ങിന്റെ ദേഹത്ത് അവിടെ നിന്ന് പണി സാധനങ്ങൾ വീണവന് ചെറുതായി പരിക്കേറ്റ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. ഇപ്പൊ അത് നടക്കാതിരിക്കാനായി അവൾ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് ചെന്ന് നീ ഒന്ന് 2-3 ദിവസത്തേക്ക് സൂക്ഷിച്ച് നടക്കണം കേട്ടോ, പ്രത്യേകിച്ച് ക്യാൻറ്റീന്റെ അവിടേക്ക് എങ്ങും പോകണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. ഇതേ നോക്ക്, നീ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, മറ്റേ ലൈറ്റ് ഹൗസിലെ ലൈറ്റ് പോലും കത്തിയിട്ടില്ലായിരുന്നു, പിന്നെ എല്ലാവരും വന്ന് ചോദിച്ചപ്പോ നീ അത്രയും പേരുടെ മുന്നിൽ നാണം കെടണ്ടെന്നോർത്ത് എന്റെ ഡെസ്ക് മേറ്റ് ആയതുകൊണ്ടും ക്ലാസ്മേറ്റ് ആയതുകൊണ്ടും ഞാനൊരു സഹായം ചെയ്തേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ലാന്ന് അവൻ പറയുമ്പോ എന്നെ നീ വിശ്വസിക്കേ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്, നിനക്ക് അപകടം വരാതിരിക്കാനായി പറയുന്നതെന്നെല്ലാം അവള് പറയുന്നുണ്ടെങ്കിലും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അവൻ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അവനെ ഹെൽപ്പ് ചെയ്യുന്നെല്ലാം അവൾക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അവൾ അതൊക്കെ ഒറ്റയ്ക്ക് ആലോചിച്ച് നിൽക്കുമ്പോ എന്തായാലും അവൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവനെ രക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. അവൻ എന്തെങ്കിലും പരിക്ക് പറ്റി സ്കൂളിൽ വരാതിരുന്ന എന്റെ ഇവിടുത്തെ നിലനിൽപ്പിനെ തന്നെ അത് വല്ലാതെ ബാധിക്കുമല്ലോ, അതുകൊണ്ട് ഞാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഓർത്ത് അവൾ ക്യാൻറ്റീന്റെ വാതിൽക്കൽ തന്നെ ഇങ്ങനെ നിൽക്കാണ്. ആ ഒരു സമയം അവിടെ ജോലി ചെയ്യുന്ന ആള് കയ്യിലൊന്ന് ചുറ്റികയുടെ അടി കൊണ്ടപ്പോ ഒറ്റ കൈ വിട്ട് ഒരു കൈ കൊണ്ട് മാത്രം അവിടെയുള്ള നല്ല വെയിറ്റ് ഉള്ള ഒരു ബോർഡ് പിടിച്ചോണ്ട് നിൽക്കുന്നതും ആ സമയത്ത് തന്നെ കറക്റ്റായി സൂ വരുന്നതും കാണുന്ന അവൾ ഇപ്പൊ അവൻ അപകടം പറ്റുമെന്ന് മനസ്സിലാക്കി അവൻ ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴേ അവനെ മാറ്റാനായി ശ്രമിക്കുമ്പോൾ രണ്ടുപേരും കൂടി മറിഞ്ഞു വീഴുന്നു. കറക്റ്റ് ആ ഒരു സമയം തന്നെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ ആ വെയിറ്റ് ഉള്ള ബോർഡും താഴെ വീഴുന്നുണ്ട്. കണ്ടു നിന്നവർക്കെല്ലാം സോങ് ആണ് സൂവിനെ ഇപ്പൊ രക്ഷിച്ചതെന്ന് മനസ്സിലാവുന്നു. അവളും അവനെ രക്ഷിച്ചല്ലോ എന്ന സന്തോഷത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവനാകട്ടെ ഒരു താങ്ക്സ് പോലും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആ ഒരു സമയം അവന്റെ കഴുത്തിന്റെ ഭാഗത്ത് പരിക്കേറ്റിരിക്കുന്നത് സോങ് കാണുന്നുണ്ട്. അവനിപ്പോ ഈ മുറിവിത് എവിടുന്ന് വന്നു, എന്താ ഇതെന്നെല്ലാം അവൾ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. അതുകൊണ്ട് തന്നെ അവൾ അന്ന് മുഴുവൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റൈറ്റ് ഷോൾഡറിലെ പെയിൻ ഉള്ളത് പോലെ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നതൊക്കെ കാണുന്ന അവൾ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴാ ഇതുപോലെ ഇവിടെ ഷോൾഡർ പെയിൻ എടുക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ആലോചിക്കുന്നു. അത് കഴിഞ്ഞ് PT പീരീഡിൽ ബാസ്കറ്റ് ബോൾ കളിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഫ്രണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തള്ളുമ്പോഴേ അവന് വല്ലാത്തൊരു ചെസ്റ്റ് പെയിൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ പിന്നീട് കളിക്കാൻ നിൽക്കാതെ നേരെ സിക്ക് റൂമിലേക്ക് പോകുന്നതൊക്കെ സോങ് ശ്രദ്ധിക്കുന്നു. അവൾ അവനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അവൻ മെഡിസിൻ വാങ്ങാനായി നിൽക്കുകയാണെങ്കിലും മുറിവ് ഡോക്ടറിനെ കാണിക്കാനായി തയ്യാറാവുന്നില്ല. പക്ഷെ മുറിവ് കാണാതെ എങ്ങനെ ഞാൻ മരുന്ന് തരുമെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. പറ, നിന്നെ ആരെങ്കിലും ബുള്ളി ചെയ്തോ, എങ്ങനെയാ പരിക്ക് പറ്റിയത് എന്നെല്ലാം ഡോക്ടർ ചോദിക്കുമ്പോഴും അവനൊന്നും മിണ്ടുന്നില്ല. അവന് ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്ന സോങ് എന്റെ കയ്യിൽ മരുന്നുണ്ട്, അത് തരാന്ന് പറഞ്ഞു അവൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവനൊരു സ്ഥലത്തിരുത്തി മുന്നേ എനിക്ക് പരിക്കേറ്റപ്പോ ഈ മരുന്നാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് അത് കൊടുത്ത ശേഷം പറ, എന്താ പറ്റിയത്, എങ്ങനെയാ നിനക്ക് ഈ മുറിവൊക്കെ വരുന്നത്, ഇതെന്തായാലും വീണുണ്ടായ മുറിവൊന്നുമല്ല, നീ ആരുടെയും വഴക്കിട്ടു എന്നെല്ലാം അവളിങ്ങനെ
ഒരു ഡൗട്ടോടെ ചോദിക്കുമ്പോൾ അവൻ ഞാൻ വഴക്കിട്ട കാര്യം നീ എങ്ങനെ അറിഞ്ഞു എന്ന് അതാണ് സത്യമെന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു. അവൻ പക്ഷെ ആരുടെ കൂടെയാണ് വഴക്കിട്ടത് എന്ന് പറയാൻ താല്പര്യപ്പെടാതെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ അവൾ അവനെ പിടിച്ചു നിർത്തി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട, പക്ഷെ നിനക്ക് സീരിയസ് ആയി അങ്ങനെ എന്തെങ്കിലും ബുള്ളിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്നെല്ലാം അവള് പറയുന്നത് അവൻ കേട്ടിരിക്കുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം സ്കൂളിൽ ഒരു ടാസ്ക് കൊടുക്കുന്നു. പേരൻസിന്റെയും സ്റ്റുഡൻസിന്റെയും ഇടയിലുള്ള ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു ഡോക്യുമെന്ററി പോലെ ചെയ്ത് സ്കൂളിന്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാനായി ഓരോ കുട്ടികൾ അവരവരുടെ ഡെസ്ക് മേറ്റുകളുടെ വീട്ടിലേക്ക് പോയി ചെറിയൊരു വീഡിയോ പിടിക്കണം. അതാണ് ഇപ്പൊ ദേ അങ്ങനെ സോവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അന്ന് ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്തോളാം, നീ കൂടുതൽ ക്യാമറയിൽ ഫോക്കസ് ചെയ്യണ്ട, എന്നാലും ഒറിജിനാലിറ്റി വരുന്നെല്ലാം അവൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അവൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ എന്തായാലും അവന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ അച്ഛൻ മാത്രമാണ് ഉള്ളത്. മുടിയൊക്കെ ഒതുക്കി നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നു. അവിടെ ക്യാമറ വെക്കുന്ന ക്യാമറ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാനായി മറന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഫുഡേ നല്ല ടേസ്റ്റാ, ഇവൻ മോളോടൊന്നും പറഞ്ഞിട്ടില്ലെന്നല്ല അച്ഛൻ പറഞ്ഞു ചിരിക്കുമ്പോഴും എല്ലാം സോവിന്റെ മുഖം കടന്നല് കുത്തിയതുപോലെ തന്നെ ഇരിക്കുകയാണ്. എവിടെ സോവിന്റെ അമ്മ എന്ന് ചോദിക്കുമ്പോ അവള് ജോലിക്ക് പോയിരിക്കുക, ഇതുവരെ വന്നിട്ടില്ല എന്ന് അച്ഛൻ പറയുന്നു. അങ്ങനെ എന്തായാലും ഫുഡ് കഴിച്ച് സംസാരിച്ചു കഴിഞ്ഞ് അവൾ ഇറങ്ങി പോകുമ്പോഴൊക്കെ നല്ല യാത്രയായിപ്പാണ് അച്ഛൻ നൽകുന്നത്. പക്ഷെ പുറത്ത് എത്തിക്കഴിഞ്ഞാണ് ക്യാമറ എടുക്കാൻ മറന്ന കാര്യം സോങ് ഓർക്കുന്നത്. അവൾ വേഗം തിരിച്ചെത്തി ഡോറിൽ തട്ടുന്നു. 1 തട്ടി തുറന്നില്ല, 2 തട്ടി തുറന്നില്ല, 3ാമത്തെ തട്ടിന് ഡോറ് തുറക്കുന്ന സൂവിന്റെ അച്ഛൻ മുന്നേ കണ്ട പോലെയല്ല, വളരെ ദേഷ്യത്തിലായിരുന്നു. അവള് തന്നെ ആ ഒരു ഭാവം കണ്ട് പേടിച്ചു പോകുന്നുണ്ട്. ക്യാമറ എടുക്കാൻ മറന്നുപോയിന്ന് സോങ് പറയുമ്പോ അദ്ദേഹം അത് എടുത്തു കൊടുക്കുന്നുണ്ട്. സൂ എവിടെയെന്ന് അവള് ചോദിക്കുമ്പോ അവൻ ഏതോ ഫ്രണ്ടിനെ കാണാനായി പുറത്തേക്ക് പോയി. അല്ലേലും വീട്ടിൽ കുത്തിയിരിക്കുക ഇന്നത്തെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലല്ലോ എന്നെല്ലാം അച്ഛൻ പറയുമ്പോ അവളും ശരി എന്നാ പോവാണെന്ന് പറഞ്ഞു പോകുന്നു. പക്ഷെ പുറത്തെത്തിക്കഴിഞ്ഞ് ക്യാമറ ഓഫ് ചെയ്തില്ലല്ലോ എന്നോർത്ത് അത് പ്രത്യേകം ഓഫ് ചെയ്ത് കഴിഞ്ഞാണ് അവൾ ഓർക്കുന്നത്. മുന്നേ പോയപ്പോ അവരുടെ വീടിന്റെ തറയിൽ എന്തോ ചില്ല് പൊട്ടിക്കിടക്കുന്നത് കണ്ടത്. കൂടാതെ അവിടെ സൂ ഇല്ലാന്ന് പറഞ്ഞതിലൊക്കെ പന്തികേട് തോന്നുന്ന അവൾ ഇവന്റെ ദേഹത്തുള്ള മുറിവിന്റെ കാര്യവും ഇവനിടയ്ക്ക് എന്റെ വീട്ടിലും ഉണ്ട് ഒരാൾ കള്ളു കുടിച്ച് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നൊക്കെ ആ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത ടീം പറഞ്ഞ കാര്യവും ഒക്കെ ആലോചിച്ച് അവൾ വേഗം തന്നെ ക്യാമറ എടുത്ത് നോക്കുന്നു. അതിൽ ഇവൾ പോലും അറിയാതെ ഓണാക്കി വെച്ച ക്യാമറയിൽ ഇവൾ ഇറങ്ങിയ ശേഷം അവിടെ നടന്ന കാര്യങ്ങൾ റെക്കോർഡായിട്ടുണ്ടല്ലോ. അതിൽ സോങ് ഇറങ്ങിയ ഉടനെ തന്നെ സൂവിനെ അവന്റെ അച്ഛൻ അടിക്കുന്നതും അവിടെയുള്ള പാത്രങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുന്നതും ഒക്കെയാണുള്ളത്. ഈ ഒരു കാഴ്ച വളരെ അപ്രതീക്ഷിതമായിരുന്നു. അത് കണ്ട് അവൾ ആകെ ഷോക്കാവുന്നു. അറിയാതെ ഓണായിരുന്ന ക്യാമറയിൽ റെക്കോർഡായ വിഷ്വൽസ് കണ്ട് സൂവിനെ അവന്റെ അച്ഛൻ അടിക്കുന്നു എന്ന കാര്യം പറഞ്ഞ് ആകെ ടെൻഷൻ ആവുന്ന സോങ് താൻ ഇവിടെ ഇപ്പൊ ഉണ്ടെങ്കിൽ ഇവൻ ഈ ഏതെങ്കിലും പരിസരത്ത് തന്നെ കാണും, അവൻ വീട്ടിലില്ലെങ്കിലും ഇതിനടുത്ത് എവിടെയെങ്കിലും തന്നെ കാണും എന്ന് മനസ്സിലാക്കി അവിടെ എല്ലാം നോക്കുമ്പോൾ അവിടെ ഒരു അറ്റത്ത് മാറിയിരിക്കുന്ന സൂവിനെ കാണുന്നു. അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നവൾ എല്ലാ കാര്യങ്ങളും തനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവനും ഒന്നും ഒളിക്കാൻ പോകുന്നില്ല. എന്നെ മുഖത്ത് അടിക്കില്ല എന്ന് എനിക്ക് വാക്ക് തന്നതാ, എന്നിട്ട് ഇപ്പോ അതും ചെയ്തു എന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെടുമ്പോ എന്തുകൊണ്ടാ നീ ഇത് ആരോടും പറയാത്തത് എന്ന് അവള് ചോദിക്കുമ്പോ ആരോടും പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടാവാനില്ല. നിന്റെ അമ്മ എവിടെ, എന്താ അമ്മയ്ക്ക് പറ്റിയതെന്ന് അവള് ചോദിക്കുമ്പോ അവൻ ആ ഫ്ലാഷ് ബാക്ക് പറയുന്നു. കുട്ടിക്കാലത്തൊക്കെ ആദ്യം അമ്മയെ അച്ഛൻ അടിക്കുന്നതാണ് സൂ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവന്റെ മുന്നില് ഒന്നുമില്ലാത്ത രീതിയിൽ അമ്മ പെരുമാറിയിരുന്നു. അമ്മയോട് അമ്മ അച്ഛനെ അടിച്ചോന്ന് അവൻ ചോദിക്കുമ്പോ അച്ഛൻ ഡ്രിങ്ക്സ് അടിച്ചത് കൊണ്ടാ, ഇന്ന് ഒരു ദിവസമല്ലേ അടിച്ചോളൂ, നാളെ തൊട്ട് അച്ഛൻ അമ്മ അടിക്കില്ല എന്നൊക്കെ പ്രോമിസ് ചെയ്ത് തന്നിട്ടുണ്ടെന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞ് ഇവനെ ആശ്വസിപ്പിക്കുമായിരുന്നു. അതൊക്കെ ഇവൻ കേട്ടെങ്കിലും നാളെ നീളെ എന്നുള്ളത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അമ്മേനെ അച്ഛൻ അടിക്കുന്നത് പതിവ് കാഴ്ചയായി മാറി. അമ്മ എപ്പോഴും തന്നെ ഓർത്താണ് വീട്ടിൽ പിടിച്ചു നിന്നത്. പക്ഷെ ഒരു ദിവസം സഹികെട്ട് വീട് വിട്ട് അമ്മ ഇറങ്ങിപ്പോകാനായി നിന്നപ്പോ അച്ഛൻ വളരെ പാവത്തെ പോലെ അമ്മയുടെ കൈയും കാലും പിടിച്ച് ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് അവിടെ പിടിച്ചു നിർത്തി. പക്ഷെ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. അമ്മ അച്ഛനെ ഉപേക്ഷിച്ചു പോകാൻ നോക്കിയാ കൊന്നുകളയുന്നു വരെ അച്ഛൻ ഭീഷണിപ്പെടുത്തി. അതങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോ ഞാനും ഇത് കണ്ടല്ലേ വളർന്നു വന്നത്. എനിക്ക് എന്റെ അമ്മ എങ്ങനെയും സംരക്ഷിക്കണമെന്ന ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ അച്ഛന്റെ അടുത്ത് പോയി എന്റെ അമ്മ ഇനി അടിക്കരുത്, എന്നെ അടിച്ചോളാനായി പറഞ്ഞു. അച്ഛൻ എന്റെ കാരണക്കുറ്റിക്കിട്ട് തന്നെ അത് ഞാൻ പറഞ്ഞു തീർന്നപ്പോഴേക്കും ഒരെണ്ണം പൊട്ടിച്ചു. എന്റെ മുഖത്തടിക്കരുത്, സ്കൂളിൽ പോകുമ്പോ ടീച്ചർ എന്താണെന്ന് ചോദിക്കും, അതുകൊണ്ട് ദേഹത്തടിച്ചോളാനായി പറഞ്ഞ് അച്ഛൻ കാല് തീരുന്നത് വരെ അടിക്കാനായി ഞാൻ നിന്നു കൊടുത്തു. പിന്നീട് എന്നെയും അമ്മയെ ഉപദ്രവിക്കുന്നതൊക്കെ ഒരു പതിവായി മാറിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സഹി കേട്ട് അമ്മ ഇറങ്ങിപ്പോയി. അമ്മയ്ക്ക് എന്നെ കൂടെ കൂട്ടണമെന്നുണ്ടായിരുന്നെങ്കിലും അപ്പൊ അതിനുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല. അങ്ങനെ ഞാനും അച്ഛനും ഇവിടെ ഒറ്റയ്ക്കായി. അച്ഛൻ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ സങ്കടപ്പെടുമ്പോ എങ്ങനെ ഇവൻ ഇതിന്ന് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് സോങ്ങിന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത ദിവസം ഇവർക്ക് സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ട്. തന്റെ അച്ഛൻ വരില്ല എന്നാണ് സൂ കരുതിയതെങ്കിലും അവന്റെ അച്ഛൻ അവിടേക്ക് എത്തി ഒരു
ഉത്തമ പിതാവായി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് വളരാൻ വീട്ടിൽ നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് പേരൻസിന്റെ കടമയാണെന്നൊക്കെ PTA മീറ്റിംഗിന്റെ ഒടുക്കം പേരൻസിനെ റെപ്രസെന്റ് ചെയ്ത് അദ്ദേഹം ഒരു പ്രസംഗമൊക്കെ നടത്തുമ്പോൾ അത് കേൾക്കുന്ന സൂവിനും സോങ്ങിനും ആകെ നല്ല കലിപ്പ് വരുന്നുണ്ട്. ഇദ്ദേഹം ഒരു ആട്ടിൻതോലിട്ട ചെന്നായാണല്ലോ. വീട്ടിൽ മകനെ അടിച്ചു കൊല്ലുന്ന, ഒരു കാര്യവുമില്ലാതെ നന്നായി പഠിക്കുന്ന, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മിടുക്കനായ മകനെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു അച്ഛൻ ഇവിടെ വന്ന് പൊയ്മുഖം അണിഞ്ഞു നിൽക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. എന്തായാലും അതോടുകൂടി ഇവർ ഒരു തീരുമാനമെടുത്തു. രണ്ടുപേരും സൂവിന്റെ അമ്മയെ ചെന്ന് കാണുന്നു. അമ്മ ജോലി ചെയ്യുന്ന അവിടെ ചെന്ന് അമ്മയെ കണ്ട് സംസാരിച്ച് അമ്മ അച്ഛനുമായുള്ള ബന്ധം വേർപെടുത്തണം, ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല, ആ ഒരു റിലേഷൻ തന്നെ ലീഗലി അവസാനിപ്പിച്ചാലേ മൂവ് ഓൺ ചെയ്യാൻ സാധിക്കൂ, എന്റെ കസ്റ്റഡിയും അമ്മയ്ക്ക് അങ്ങനെ നേടിയെടുക്കാമെന്നെല്ലാം പറഞ്ഞ് അവർ അമ്മയ്ക്ക് ധൈര്യം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ അടുത്ത ദിവസം അച്ഛനെ ചെന്ന് കണ്ട് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു. അച്ഛൻ ഷൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഷൗട്ടിംഗ് ഒന്നും കേൾക്കണ്ട, എന്തുണ്ടെങ്കിലും എന്റെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞ് അമ്മ ധൈര്യപൂർവ്വം പോകുന്നു. ക്ലാസ്സിൽ ഒരു പ്രസംഗം കൊടുക്കേണ്ട ടീം വയലൻസിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നതിനെ പറ്റിയായിരുന്നു സോങ് പ്രസംഗിച്ചത്. നമ്മളെ ആക്രമിക്കുന്നവർ നമ്മൾ എതിർത്ത് നിൽക്കുമെന്ന് തോന്നിയാൽ ആക്രമണം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ അവർ ആക്രമിച്ചുകൊണ്ടേയിരിക്കും, നമ്മളത് സഹിച്ചുകൊണ്ടേയിരിക്കണം. ധൈര്യത്തോടെ അതിനെതിരെ തിരിഞ്ഞു നിന്നാൽ എല്ലാം അവസാനിക്കുമെന്ന് സോങ് പറഞ്ഞതുപോലെ തന്നെ ധൈര്യത്തോടെ ഇവർ നൽകിയ ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് ഡിവോഴ്സ് ആവശ്യപ്പെട്ട അമ്മയ്ക്ക് അങ്ങനെ മുന്നോട്ട് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ സോങ്ങുമായി സൂ ഡിസ്കസ് ചെയ്യുമ്പോൾ സോങ് ഉള്ളതുകൊണ്ടാണ് തനിക്കിപ്പോ ഈ കാര്യത്തിൽ ഇങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചതെന്ന് പറഞ്ഞ് അവൻ വളരെ അവളോട് നന്ദി പറയുന്നു. എന്തായാലും അമ്മ തന്നെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റാൻ ഈ വീടൊക്കെ നോക്കുകയാണെന്നെല്ലാം അവൻ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് അവള് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം ഇവനെ അവൾ കാണുമ്പോഴെല്ലാം ഇവൻ വളരെ ബ്രൈറ്റ് ആയ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ഇവന് ഇത്രയും ദുഃഖമുണ്ടായിരുന്നു എന്നത് ഇപ്പൊ മനസ്സിലാക്കാനും അതിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കാനും അവൾക്ക് സാധിച്ചല്ലോ. അങ്ങനെ പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോ ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കാണ്. ഞാൻ ഉറങ്ങാനോ? ഞാൻ എപ്പോഴും സ്കൂളിലും അവന്റെ പരിസരത്തും അല്ലേ ഉണ്ടാവാറുള്ളൂ. അവനില്ലെങ്കിൽ സ്കൂള്, അവനുണ്ടെങ്കിൽ അവന്റെ അടുത്ത്. എന്താ ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നിരുന്നേന്ന് അവൾ അന്തം വിട്ട് നോക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന് നോക്കുമ്പോ അവളുടെ വീടിന്റെ താഴെ സോവും അവന്റെ അമ്മയുമുണ്ട്. രണ്ടുപേരും താമസത്തിന് ഒരു വാടക വീട് അന്വേഷിച്ചു വന്നതാണ്. ഉടനെ തന്നെ സോങ് അവളുടെ വീട്ടില് വേക്കന്റ് ആയിട്ട് റൂം ഉണ്ടെന്നും പറഞ്ഞ് അവനോടുള്ള പരിചയത്തിന് പുറത്ത് അവിടെ റൂം ഓഫർ ചെയ്യുമ്പോൾ അവൻ അത് സ്വീകരിക്കാൻ ആദ്യം തയ്യാറാവുന്നില്ല. പക്ഷെ പിന്നീട് അവൾ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ എന്റെ വീട് കുഞ്ഞതാണോ അതുകൊണ്ടാണോ താമസിക്കാത്തതെന്നൊക്കെ സെന്റിമെന്റലായി അപ്രോച്ച് ചെയ്യുമ്പോൾ അവൻ അവിടെ സ്റ്റേ ചെയ്യാനായി സമ്മതിക്കുന്നു. അങ്ങനെ അവനുള്ള റൂം കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ദേ തൊട്ടപ്പുറത്തെ റൂമാ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി, നമ്മളിനി ഒരു ഫാമിലി അല്ലേന്ന് അവള് പറഞ്ഞ് ചിരിക്കുമ്പോ ഒരു ഫാമിലി വന്ന മട്ടിൽ അവൻ നോക്കുമ്പോ അല്ലല്ല ഒരു സ്ഥലത്ത് താമസിക്കല്ലേ, ഞാൻ അതാ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോകുന്നു. പക്ഷെ അടുത്ത ദിവസം രാവിലെ ഉറക്കം എണ്ണിക്കുമ്പോ രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. കാരണം രണ്ടുപേരും ഒന്നിച്ചാണ് കിടക്കുന്നത്. നീ എന്താ എന്റെ റൂമിലെന്ന് ചോദിച്ച് അവള് ബഹളം വെക്കുമ്പോ ഇത് എന്റെ റൂമാ, നീ കണ്ണു തുറന്നൊന്ന് നോക്കാനേ അവൻ പറയുന്നു. അങ്ങനെ ചുറ്റിനും നോക്കുമ്പോഴാണ് അതെ ഇത് താൻ സൂവിന് കൊടുത്ത മുറിയാണ്, അവിടെ താൻ വന്ന് കിടന്നതാണ്, ഇനി ഒരു പക്ഷെ തന്റെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം അവനുള്ള റൂമിൽ താൻ അറിയാതെ വന്ന് കിടന്നതായിരിക്കും എന്നൊക്കെ അവൾക്ക് മനസ്സിലാവുന്നത്. പക്ഷെ തനിക്ക് അബദ്ധം പറ്റിയ കാര്യം സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവള് വീടിനടുത്ത് കിടന്നുരുളുന്നു. അത് പിന്നെ നീ എന്ത് കഥ കൂട്ടിയിടാതെ കിടന്നുറങ്ങിയത്? എന്തായാലും ഞാൻ വന്ന് കയറിയത് ഭാഗ്യം, വേറെ ആരെങ്കിലും വന്ന് കയറി നിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ എന്ന് അവൾ ഇങ്ങനെ പേടിപ്പിക്കുമ്പോ ഓ നിന്നെക്കാളും വലിയ ഡേഞ്ചർ ഒന്നും ഇനി വരാനില്ലല്ലോ എന്ന് അവനും കളിയാക്കുന്നു. അത് കേട്ട് അവൾ റൂമിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. അന്ന് പിന്നീട് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞ് ചുമ്മാ കുട്ടികളോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ സൂ തന്റെ താമസ സ്ഥലത്താണുള്ളതെന്നെല്ലാം അവൾ അറിയാതെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാരും എന്താണെന്നുള്ള രീതിയിൽ നോക്കുമ്പോ പെട്ടെന്ന് അത് മാറ്റി പറഞ്ഞ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. ഇവളിതെല്ലാം കുളവാക്കുമെന്ന് ഇതൊക്കെ അവിടെ ഇരുന്ന് കേൾക്കുന്ന സോവിനും നല്ല പേടിയുണ്ട്. അങ്ങനെ അന്ന് വീട്ടിലേക്ക് എത്തുന്ന സോങ്ങിനെ അവളുടെ അച്ഛൻ ഫോൺ വിളിക്കുന്നു. അച്ഛനും അമ്മയും ജോലി ആവശ്യങ്ങൾക്കായി ഇവിടെയല്ലേ ഉള്ളത്, അവര് പുറത്താണ്. ഇവിടെ അവൾ മുത്തശ്ശിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അങ്ങനെ എക്സാം വരുമ്പോ നന്നായിട്ട് പഠിച്ച മാർക്ക് മേടിക്കണം, നല്ല മാർക്ക് മേടിച്ചാല് നിന്റെ ഫേവറേറ്റ് ബാൻഡിന്റെ കോൺസേർട്ടിന് കൂട്ടിക്കൊണ്ടു പോവാന്നൊക്കെ അച്ഛനൊരു ഓഫർ കൊടുക്കുമ്പോ എനിക്ക് ഒരു ടിക്കറ്റും കൂടി എക്സ്ട്രാ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. പഠിച്ച് നല്ല മാർക്ക് എടുത്താൽ എത്ര വേണേലും വാങ്ങിച്ചു തരാന്ന് അച്ഛൻ പറയുമ്പോ അവൾ വളരെ സന്തോഷത്തിൽ പിന്നീട് സോവിന്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ ഇന്ന് മുതൽ പഠിക്കാൻ പോവാ, നീ എന്നെ പഠിപ്പിക്കോ, നീ അല്ലേ ക്ലാസ് ടോപ്പർ എന്നെല്ലാം അവള് ചോദിക്കുമ്പോ അവൻ ആദ്യം എനിക്ക് ഇങ്ങ് സമയമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ വളരെ ക്യൂട്ടായി റിക്വസ്റ്റ് ചെയ്യുന്നു. ഓൾറെഡി ഇവളിവനെ പലവട്ടം സഹായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ശരി ഞാൻ സഹായിക്കാന്ന് അവൻ പറയാണ്. പിന്നീട് അങ്ങോട്ട് വീട്ടിലും ക്ലാസ്സിലും എല്ലാം അവൻ ഇവളെ പഠിപ്പിക്കാനായി തുടങ്ങുന്നു. അത് കാണുന്ന സൂവിനോട് താല്പര്യമുള്ള ഒരു പെൺകുട്ടി സൂവിന്റെ അടുത്ത് പോയി നീ ഫസ്റ്റും ഞാൻ സെക്കൻഡും അല്ലേ, നമ്മളപ്പോ ഒന്നിച്ച് പഠിച്ചാലാ നമുക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉള്ളത്, അല്ലാതെ നീ പഠിക്കാൻ മരമണ്ടകളായിട്ടുള്ളവളുമാരെ പഠിപ്പിക്കാൻ പോയാൽ നിന്റെ തലയിലുള്ളതും കൂടി ചോർന്നു പോകും, അതുകൊണ്ട് നമുക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാന്ന് അവള് പറയുമ്പോ എനിക്കതിന് താല്പര്യമില്ലാന്ന്
സോ പറയുന്നു അതെന്താ സമയമില്ലാന്ന് അവൻ പറയുമ്പോ എന്നിട്ട് നീ അവളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന്. ഈ പെണ്ണ് വല്ലാണ്ട് ബഹളം വെക്കുന്നുണ്ടെങ്കിലും നിന്നെ പഠിപ്പിക്കാൻ എനിക്കിപ്പോ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൻ സോങ്ങിന്റെ അടുത്ത് പോയി അവളെ പഠിപ്പിക്കാനായി നോക്കുമ്പോ അവളാണെങ്കിൽ അപ്പോഴത്തെ ഒരു ആവേശത്തിന് അച്ഛൻ പറഞ്ഞതോർത്ത് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ ആകെ മടി പിടിച്ചിരിക്കുകയാണ്. ഒരു മൂടും ഇല്ലാതിരിക്കുമ്പോ അവനാകട്ടെ ഇപ്പോ വളരെ ഇനീഷ്യേറ്റീവ് എടുത്ത് അവളെ പഠിപ്പിക്കാനായി നോക്കുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ക്ലാസ്സിൽ സാർ ഒരു പ്രോബ്ലം കൊടുക്കുമ്പോ അതിന് ആൻസർ ആര് ബോർഡിൽ വന്ന് എഴുതുമെന്ന് സാറ് ചോദിക്കുമ്പോ സോങ്ങിനിട്ടൊരു പണി കൊടുക്കാനായി ആ പെണ്ണ് സോങ്ങിന്റെ പേര് ഉറക്കെ പറയുന്നു. തുടർന്ന് അവൾക്ക് അത് ബോർഡിൽ പോയി ചെയ്യേണ്ടി വരുന്നു. പക്ഷെ അവൾക്ക് അത് അറിയില്ല. അങ്ങനെ അതിന് പണിഷ്മെന്റ് ആയി സാർ അവളെ ക്ലാസ്സിന് വെളിയിൽ നിർത്തുമ്പോ ഈ പെണ്ണ് സോങ്ങിനെ വന്ന് കളിയാക്കുന്നുണ്ട്. ഇത്ര സിമ്പിൾ ആയ മാത്സ് പ്രോബ്ലം പോലും ചെയ്യാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അന്ന് രാത്രി വീട്ടിൽ വന്ന് ഉറങ്ങാൻ കിടന്നിട്ടും സോങ്ങിന് ഉറങ്ങാനേ പറ്റുന്നില്ല. 27 വയസ്സുള്ള ഞാൻ 17 വയസ്സുള്ളവളുമാരുടെ വായിരിക്കുന്നവരെ കേൾക്കേണ്ട അവസ്ഥയായി. എങ്ങനെയും പഠിച്ച് റാങ്കിനുള്ളില് ഞാൻ വന്നിരിക്കും, അതെന്റെ വാശിയാന്ന് പറഞ്ഞ് അവള് വളരെയധികം സീരിയസ് ആയി പഠിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പഠിക്കുന്നതിന്റെ ക്ഷീണമൊക്കെ കാരണം ബസ്സിലിരുന്ന് ഉറക്കം തൂങ്ങി സൂര്യന്റെ തോളിലേക്കൊക്കെ അവള് വീഴുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു വിധം എക്സാം ഒക്കെ കഴിഞ്ഞ് റാങ്ക് നോക്കുമ്പോ വിചാരിച്ച പോലെ 10 റാങ്കിനകത്ത് അവൾക്ക് മാർക്കുണ്ട്. വളരെ സന്തോഷത്തില് അവൾ തുള്ളി ചാടുന്നു. ഈ ഒരു കാര്യം അച്ഛനെ അറിയിക്കുന്നു. അച്ഛൻ പറഞ്ഞ പോലെ കോൺസേർട്ടിന്റെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഒന്നല്ല, അവൾ ആവശ്യപ്പെട്ട പോലെ 2 എണ്ണം കൊടുക്കുന്നു. അവൾ വേഗം ആ ടിക്കറ്റുമായി സൂവിന്റെ അടുത്തേക്ക് പോകുമ്പോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാണ്. പറ്റത്തില്ല, നീ കാരണം ഞാൻ ഇങ്ങനെ പഠിച്ച് മാർക്ക് മേടിച്ചത്, അതുകൊണ്ട് നീയും എന്റെ കൂടെ വരണോന്ന് പറയുന്നവള് നീ വന്നില്ലെങ്കിൽ എനിക്കതിന് പോകാൻ പറ്റില്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ അവൻ ഇവളെന്താ ഈ പറയുന്നേന്നുള്ള രീതി നോക്കുന്നു. ഇപ്പോഴും ഇവളിപ്പോ സ്കൂൾ വിട്ട് വീടിന് വെളിയിലേക്ക് വീട്ടിലേക്കൊക്കെ അവൾക്ക് പോകാൻ കഴിയുന്നത് സ്കൂളിൽ നിന്ന് ഇവള് താമസിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ താമസിക്കാനായി സൂവും കൂടെ വരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ അടുത്തുനിന്ന് പോകുമ്പോ വീണ്ടും സ്കൂളിലേക്ക് തന്നെ വന്നു പെട്ടേനെ. അതുകൊണ്ട് ഇവൾക്ക് ഇപ്പൊ കോൺസേർട്ട് കാണാൻ പോകണമെങ്കിൽ അവിടേക്ക് ഇവനും വരണമല്ലോ, അല്ലെങ്കിൽ അവൾക്ക് പോകാൻ പറ്റില്ല. ആ കാര്യങ്ങൾ കൊണ്ടാണ് ഇവനില്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകുന്ന സോങ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. പക്ഷെ ഇവളുടെ ടെൻഷൻ കാണുമ്പോ എന്ത് പറ്റി, ഞാനില്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് സൂ ചോദിക്കുമ്പോ അല്ല കോൺസേർട്ട് കഴിയുമ്പോൾ ലേറ്റ് ആവില്ലേ, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടല്ലേ, ആ ഒരു രീതി പറഞ്ഞതാണെന്ന് അവൾ മാനേജ് ചെയ്യുന്നു. കാരണം ഞാൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്ന് അവള് പലവട്ടം പറഞ്ഞിട്ടും ഇവൻ വിശ്വസിച്ചതേ ഇല്ല. ഇവൾക്ക് ഏതാണ്ട് വട്ടുള്ളത് പോലെയാണ് അവൻ അത് കേൾക്കുമ്പോ നോക്കുന്നത്. എപ്പോഴും പഠിക്കല്ലേ, ഇടയ്ക്കൊരു റിലാക്സേഷൻ വേണ്ടേ, വാ പോകാന്ന് പറഞ്ഞ് അവള് നിർബന്ധിക്കുമ്പോ അവൻ സമ്മതിക്കുന്നു. അങ്ങനെ അവന്റെ ടിക്കറ്റ് അവന്റെ കയ്യിലും അവളുടെ ടിക്കറ്റ് അവളുടെ കയ്യിലും വെച്ച് രണ്ടുപേരും ബസ്സിൽ അടുത്ത ദിവസം യാത്ര ചെയ്ത് പോവാണ് കോൺസേർട്ട് കാണാനായി. ബസ്സിൽ നല്ല തിക്കും തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം വെനുവിന്റെ അവിടെ ഇറങ്ങി കഴിയുമ്പോൾ രണ്ടുപേരുടെയും ബാഗിൽ നിന്ന് ടിക്കറ്റ് മോഷണം പോയി. ആ ബസ്സിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ഇവിടെ കോൺസേർട്ട് കാണാൻ വന്നവരാണ്. അതറിയാവുന്ന ആരോ ടിക്കറ്റ് ഒക്കെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോയതാണ്. ഈ സമയം ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ടെൻഷൻ ആവുന്ന അവൾ സെക്യൂരിറ്റിയുടെ അടുത്ത് ഞങ്ങൾ സത്യമായിട്ടും ടിക്കറ്റ് എടുത്തതാ, അത് ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി, പ്ലീസ് ഞങ്ങളെ ഒന്ന് അകത്ത് കയറ്റാവോ എന്നെല്ലാം ചോദിക്കുമ്പോ അയാൾ ടിക്കറ്റ് ഇല്ലാതെ കയറ്റില്ല. അങ്ങനെ പ്രോഗ്രാം കാണാൻ വേറെ വഴിയില്ലാതെ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തിട്ട് നടക്കാതെ അവള് ശോകമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഇരുന്നെങ്കിൽ ആ പാട്ട് ദൂരേന്നൊന്ന് കേൾക്കാൻ പറ്റിയാ മതിയായിരുന്നു എന്ന് അവള് നെടുവീർപ്പിടുമ്പോ നീ കണ്ണുകൾ അടയ്ക്കെന്ന് പറഞ്ഞ് അവൻ അവളുടെ ചെവിയില് ആ ഒരു K-pop ബാൻഡിന്റെ തന്നെ പാട്ട് പ്ലേ ചെയ്ത് ഒരു ഹെഡ്സെറ്റ് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇങ്ങ് മാറിയിരുന്ന് രണ്ടുപേരും ഹെഡ്സെറ്റ് വെച്ച് ആ ബാൻഡിന്റെ പാട്ട് കേട്ട് ദൂരെ പ്രോഗ്രാം നടക്കുന്ന വെന്യൂവിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവിടെ പോയി കാണാൻ പറ്റിയില്ലേലും ഇവിടെ ഇരിക്കുമ്പോ കണ്ടെന്നൊരു ഫീല്, ഒരു സന്തോഷം അവൾക്കിപ്പോ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം തന്റെ റൂമിൽ ഇരിക്കുന്ന സോവിനെ അന്വേഷിച്ച് താഴേക്ക് ചെല്ലുമ്പോ അവിടെ അവനെ കാണുന്നില്ല. മുത്തശ്ശിയോട് ചോദിക്കുമ്പോ അവൻ എന്തോ എൻട്രൻസ് ക്ലാസ്സിന് പോയെന്ന് പറയുന്നു. എൻട്രൻസ് ക്ലാസ്സോ, അവൻ ഇവിടുന്ന് പോയോ, അപ്പൊ ഞാനെന്ത് ഇവിടെ നിൽക്കുന്നത്, അവൻ എവിടെ പോയാലും ഞാൻ അവന്റെ പരിസരത്ത് പോകുന്നതല്ലേന്ന് അവളിങ്ങനെ ചിന്തിച്ച് വളരെ ഹാപ്പി ആവുന്നു. അപ്പോ അവൻ പോയിട്ടും ഞാൻ ഇവിടെ നിൽക്കുകയാണെ എനിക്കിപ്പോ ഇനി അവന്റെ പുറകെ നടക്കാതെ ജോളിയായിരിക്കാലോ എന്ന് തുള്ളിച്ചാടി അവൾ എന്തായാലും അവനെ കാണാനായി അവന്റെ ക്ലാസ് കഴിയുന്ന ടീം അവിടെ ചെല്ലുന്നു. ആ ടീം അവനാകട്ടെ ബുക്കിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ നോക്കാണ്. അതിൽ സോങ്ങും സൂവും ഒക്കെ ഉണ്ട്. അവൻ സോങ്ങിനെ നോക്കിയിരിക്കായിരുന്നു. ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോ പിക്കിയാണ് ഈ സോങ് വന്നിരിക്കുന്നത് കണ്ട് അവൻ സംസാരിക്കുമ്പോ അവന്റെ ബുക്കുകൾക്കിടയിൽ അവളുടെ ഫോട്ടോ കാണുന്നു. പക്ഷെ അത് നോക്കുന്നവൾ അത് ഗ്രൂപ്പ് ഫോട്ടോ ആയതുകൊണ്ട് തന്നെ അതിൽ എപ്പോഴും സൂവിനോട് പഠിപ്പിക്കാമോ എന്ന് സഹായം ചോദിക്കുന്ന ആ സെക്കൻഡ് റാങ്കുകാരിയായ മിലാനും ഉള്ളത് കൊണ്ട് മിലാനെയാണോ നീ നോക്കിയിരുന്നെന്ന് അവനെ കളിയാക്കുമ്പോ നിനക്കെന്താ തീരെ ബുദ്ധിയില്ലേ, ശരിക്കും ആലോചിച്ച് നോക്കാനായി പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോ ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന അവൾക്ക് ആ ഫോട്ടോയില് താനുള്ളത് മനസ്സിലാവുന്നു. അപ്പോ അവനും തന്നെ ഇഷ്ടമായി തുടങ്ങിയോ, അതുകൊണ്ടാണോ അവനിപ്പോ ഉള്ളിടത്തേക്ക് തനിക്ക് പോകേണ്ടാത്തത് എന്നവൾ ആകെപ്പാടെ വണ്ടടിച്ചിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് ക്ലാസ് റൂമാണ്. അവിടെ സൂവിന്റെ ബുക്ക് ഹോംവർക്ക് എഴുതാനായി ഒരു പയ്യൻ വാങ്ങുന്ന ടീം ആ ബുക്കിലേക്കാണ് കഴിഞ്ഞ ദിവസം താനും മിലാനും ഒക്കെയുള്ള ഗ്രൂപ്പ് ഫോട്ടോ സൂ ബുക്കിൽ കൊണ്ട് നടക്കുന്നു എന്നത് കണ്ട ശേഷം ആ ഫോട്ടോ തിരിച്ച് അവന്റെ ബുക്കിലേക്ക് വെക്കുന്ന ടീം അറിയാതെ തന്റെ ചില ഫോട്ടോയും കൂടി സോങ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഫോട്ടോ കണ്ട് എന്താ ഇവളുടെ ഫോട്ടോ ഇവന്റെ ബുക്കിൽ എന്ന് പറഞ്ഞ് പിള്ളേരെല്ലാരും ലൈൻ ആണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോ സൂ അപ്പോഴാണ് തന്റെ ബുക്കിൽ ഇവളുടെ ഫോട്ടോ അതും സിംഗിൾ ഫോട്ടോ ഉണ്ടായിരുന്ന കാര്യം അറിയുന്നത്. സോങ് ആകട്ടെ അയ്യോ ഇനി ഇതിന്റെ
പേരിൽ ഇവൻ എന്നോട് കലിപ്പാവോ? ഇപ്പൊ ഒരു മയത്തില് കാര്യങ്ങൾ വരായിരുന്നു എന്നെല്ലാം പിറുപിറുത്ത് വേഗം തന്നെ ബ്രേക്ക് ആകുമ്പോ അവന്റെ അടുത്ത് ചെന്ന് അറിയാതെ ഞാൻ ആ ഫോട്ടോ വെച്ച് പോയതാ, അറിഞ്ഞോണ്ടല്ല, ഇതിന്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കരുത് എന്നെല്ലാം റിക്വസ്റ്റ് ചെയ്യുന്നു. അവനും നീ ഇങ്ങനെ പഠനം ഒഴിച്ച് ബാക്കി കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ നിനക്ക് മാർക്കില്ലാത്തത്, വീണ്ടും മാർക്ക് എല്ലാം കുറഞ്ഞിട്ടുണ്ട് എന്നവളെ ഓർമ്മപ്പെടുത്തി പോകുമ്പോ ഇവര് സംസാരിച്ച് നിന്നത് മിലാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലീനിങ് ഡ്യൂട്ടി നിനക്കാണെന്ന് സോവിന്റെ പുറകെ സോങ് പോവാതിരിക്കാനായി മിലാൻ അവളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അന്ന് ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ മോപ്പ് തിരിച്ചു വെക്കാനായി വരുന്ന ടീം അവൾ ഒരു കാഴ്ച കാണുന്നു. മിലാൻ സാറിന്റെ ടേബിളിൽ നിന്ന് ഇനി വരാൻ പോകുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റാൻ നോക്കുന്നത്. പക്ഷെ അത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ സോങ് പോവാണ്. മിലാനും ഇത് ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ക്ലാസ്സിൽ എത്തുമ്പോഴേ സോങ്ങിന്റെ അടുത്തേക്ക് പോയി നീ എന്തെങ്കിലും കണ്ടായിരുന്നോ, ആരോടും ഒന്നും പറയല്ലേ എന്നൊക്കെ പറയുമ്പോ ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തില് ഇടപെടാൻ നടക്കല്ലെന്ന് അവൾ തീർത്തു പറയുന്നു. ആ ടീം അങ്ങോട്ടേക്ക് സൂ വരുമ്പോ മിലാനും ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നു. പക്ഷെ മിലാൻ ഇടയ്ക്കിടയ്ക്ക് സോങ്ങിനെ ശ്രദ്ധിക്കുന്നത് സൂ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എന്താ വല്ല പ്രശ്നമുണ്ടോ? അല്ല, മിലാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടല്ലോ എന്നെല്ലാം പറയുമ്പോ അവൾ എന്തേലും കാണിക്കട്ടെ, ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് സൂ തീർത്തു പറയുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് മാത്സിലൊക്കെ മാർക്ക് കുറവായ സോങ്ങിന് സ്പെഷ്യൽ ക്ലാസ് സാർ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആ കാര്യം സൂവിനോട് പറയുമ്പോ അവനും ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോ എന്നാലും ഇവന് ഞാൻ കൂടില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതിൽ ഒരു വിഷമം ഇല്ല എന്നൊക്കെ പിറുപിറുത്തുകൊണ്ട് അവള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പതിയെ വീട്ടിലേക്ക് പോകുന്ന ടീം ഇടവഴിയിൽ അവളെ കാത്ത് 2-3 റൗഡി പെണ്ണുങ്ങൾ നിപ്പുണ്ടായിരുന്നു. അവരെ മിലാൻ പറഞ്ഞു വിട്ടതാണെന്നും മിലാൻ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റാൻ നോക്കിയ കാര്യം താൻ ആരോടും പറയാതിരിക്കാനായി തന്നെ ഭീഷണിപ്പെടുത്താൻ വന്നതാണെന്നും സോങ്ങിന് മനസ്സിലാവുന്നു. ഇവരോട് അടിയുണ്ടാക്കാൻ പോയാൽ ശരിയാവില്ലെന്ന് തോന്നുന്ന അവൾ ഈ സ്കൂളിലെ ഒരു റൗഡി പയ്യനുണ്ട്, അവന്റെ പേര് ലിൻ എന്നാണ്. ലിന്നിന്റെ കാര്യം പറഞ്ഞ് ഞാനും ലിന്നും വളരെ ക്ലോസ് ആവരുത്, എന്റെ അടുത്ത് വഴക്കിന് വന്നാൽ നിങ്ങൾ അവന്റെ കൈയുടെ ചൂടറിയുന്നൊക്കെ പേടിപ്പിക്കുമ്പോ ഇവള് ലിന്നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് കരുതി അവരിവളെ വളരെ കാര്യമായി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്തായാലും ഇവരോട് പറഞ്ഞ ആ ഒരു കള്ളത്തിന്റെ പേരിൽ രക്ഷപ്പെട്ട് അവൾ ഓടി വരുമ്പോ വഴിയിൽ സൂ കാത്തു നിൽപ്പുണ്ടായിരുന്നു. നീ എന്താ ഇവിടെയെന്ന് സോങ് ചോദിക്കുമ്പോ അത് പിന്നെ ഞാൻ കടയിൽ പോകാൻ വന്നതാണെന്ന് അവൻ കള്ളം പറയുമ്പോ ഇവൻ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നതാണോ എന്ന് അവൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലും അവനെ അങ്ങനെയേ അല്ല എന്നുള്ള ഭാവത്തില് അവിടെ നിൽക്കാണ്. എന്തായാലും മുത്തശ്ശി നാട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ രണ്ടുപേരും അവിടെ കാണുള്ളൂ, നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കേണ്ടി വരുമെന്നെല്ലാം പിറുപിറുത്തുകൊണ്ട് സോങ് സൂവിന്റെ കൂടെ താമസ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിലെത്തുമ്പോ ഇവൾ ലിന്നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ ആ ഒരു കള്ളം ക്ലാസ്സിലൊക്കെ പാട്ടായിട്ടുണ്ടായിരുന്നു. അത് ലിന്നിന്റെ കാതിലും എത്തി. അവൻ അവന്റെ കൂട്ടുകാരെ വിട്ട് PT പീരീഡിന് പോകാൻ നിൽക്കുകയായിരുന്ന സോങ്ങിനെ തന്റെ മുന്നിൽ കൊണ്ടുവന്ന് അല്ല എനിക്ക് ഇന്നലെ ഫ്രീ ആയിട്ട് പുതിയൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയെന്ന് കേട്ടു, അവളെ ഒന്ന് കാണാനായിട്ട് വിളിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഇവളെ വരട്ടാനായി നോക്കുമ്പോ സോങ്ങിന് വലിയ പേടിയൊന്നും ആവുന്നില്ല. അവള് വളരെ കൂളായി നിൽക്കാണ്. ഇതേ ടീം ഇതുപോലെ ലിൻ ആളുകളെ വിട്ട് സോങ്ങിനെ പിടിച്ചോണ്ട് പോയി അവർ ആ പഴയ ക്ലാസ് റൂമിന്റെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നെല്ലാം ഗ്രൗണ്ടിൽ നിൽക്കുന്ന പെൺകുട്ടികൾ പറഞ്ഞു കേൾക്കുന്ന സൂ വേഗം വെപ്രാളത്തിൽ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും ലിൻ വരട്ടാൻ നോക്കുമ്പോ സോങ് നല്ല കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ പൊതുവെ ഇവൻ വരട്ടുമ്പോ പേടിക്കുന്ന ആളുകളിൽ നിന്ന് ഇവള് വളരെ വ്യത്യസ്തയാണല്ലോ എന്നോർത്ത് വളരെ ഇംപ്രസ്ഡ് ആയി നിൽക്കുന്നു. ആ ഒരു സമയമാണ് അവിടേക്ക് സൂവിന്റെ വരവ്. അവൻ ലിൻ ഇവളെ ഒന്നും ചെയ്യാതിരിക്കാനായി പ്രൊട്ടക്ട് ചെയ്ത് ഫ്രണ്ടിൽ കയറി നിൽക്കുമ്പോ ഓ നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ ഇവള്, പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, എന്തായാലും ആള് നല്ല ധൈര്യശാലിയാണെന്ന് പറഞ്ഞ് ലിൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. എന്താ സംഭവം എന്നെല്ലാം ഇത് കണ്ട് സൂ ചോദിക്കുമ്പോ ഒന്നുമില്ല, നീ എന്തൊരു ടെൻഷൻ ആവുന്നെന്ന് സോങ്ങും പറയുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ലിന്നിന്റെ കുറച്ച് കൂട്ടുകാര് ക്ലാസിന്റെ അവിടേക്ക് എത്തി വെളിയിൽ നിന്ന് സോങ്ങിനെ നോക്കി കമന്റ് അടിക്കുന്നുണ്ട്. അതാ ലിൻ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ പെണ്ണെന്നെല്ലാം അവരിങ്ങനെ പറഞ്ഞ് അവളെ നോക്കുന്നത് കാണുന്ന സൂ അവളെ കാണാതിരിക്കാനായി അവളെ മറിഞ്ഞു നിൽക്കുന്നു. അവൻ വളരെ പ്രൊട്ടക്റ്റീവായി പെരുമാറുന്നുണ്ട്. ഇതേ ടീം ക്ലാസ്സിൽ ഒരു കൊച്ചുമായി വഴക്കുണ്ടാക്കി സോങ് സാറിന്റെ അടുത്ത് പണിഷ്മെന്റിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചതിന് പണിഷ്മെന്റും കിട്ടി ലിൻ നിൽപ്പുണ്ടായിരുന്നു. രണ്ടുപേരെയും കൂടി സാറ് പുറത്തിറക്കി പണിഷ് ചെയ്ത് നിർത്തുമ്പോ അത് കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സൂവിന് ഇവരിങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഓൾറെഡി ഇവര് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്നുള്ള ഗോസിപ്പ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ ഇങ്ങനെ 2 തല്ലിപ്പൊളികളും കൂടി പണിഷ്മെന്റ് കിട്ടി നിൽക്കുന്നത് കണ്ട് വളരെ ദേഷ്യം വരുന്നവൻ അവളെ തുറച്ചു നോക്കുന്നു. സൂ നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്ന് സാറിനോട് എന്തോ പറയുമ്പോ എന്നാലും ഇവൻ എന്തോ ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലാതെ പോയെന്ന് സോങ് ചിന്തിച്ച് നിൽക്കുമ്പോ പുറത്തേക്ക് എത്തുന്ന സൂ പണിഷ്മെന്റ് കഴിഞ്ഞു വാ മാത്സ് പീരീഡ് ആണെന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോ അവളും എന്നാ ശരി ബൈ എന്നും പറഞ്ഞ് ലിന്നിനോട് ടാറ്റ പറഞ്ഞു പോകുമ്പോ ലിൻ ഒരുമാതിരി ഇവളെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സൂവിന്റെ പിറകെ ഓടി ചെന്ന സോങ് എങ്ങനെ പണിഷ്മെന്റ് മാറിയ നീ എന്തോ സാറിനോട് പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോ ഓൾറെഡി നീ മാത്സിൽ മൊട്ടയാണെന്നും ഇനിയിപ്പോ ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യാതിരുന്ന ഒരു രക്ഷയും കാണില്ലെന്നും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വന്നതാ. അല്ല എന്താ ഈ സംഭവം, നീയും ലിന്നും തമ്മിൽ എന്താ ബന്ധം, അവൻ എന്താ നിന്നെ ബുള്ളി ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞൊന്നുമില്ല. സൂ പറയുമ്പോ അങ്ങനൊന്നുമില്ല, ഞങ്ങള് തമ്മിൽ നല്ല കമ്പനിയാണെന്ന്. അങ്ങനെ സോങ്ങിന്റെ കാര്യത്തിൽ താൻ വളരെ പൊസസീവ് ആവുന്നു എന്ന് മനസ്സിലാക്കുന്ന സൂ ഇനി ഇതാണോ പ്രണയം എന്ന ഒരു ഫീൽ എന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായി അവന്റെ കൂട്ടുകാരനോട് പ്രണയത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. കൂട്ടുകാരൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഡൗട്ട് തോന്നുന്നുണ്ട് സോങ്ങിന്റെ കാര്യം വെച്ചാണോ എന്ന്, പക്ഷെ അത് നേരിട്ട് ചോദിക്കുന്നില്ല. അങ്ങനെ അന്ന് വീട്ടിലിരിക്കുന്ന ടീം സോങ് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ റെഡി ആവുന്നത് കാണുന്നവൻ എന്താ എവിടെ പോവാണെന്ന് ചോദിക്കുമ്പോൾ പുറത്ത് ലിൻ വന്നിട്ടുണ്ട് കാണാൻ പോവാണെന്ന് പറഞ്ഞ് അവള് താഴേക്ക് പോയി അവനോട് സംസാരിക്കുന്നു. അവനാകട്ടെ ഇവൾ അവനെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവൻ പറയുന്നതൊക്കെ അവള് കേൾക്കണം, അല്ലെങ്കിൽ കള്ളം പറഞ്ഞതിന്
ചെയ്യുന്നതിന് പണിഷ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവനിപ്പോ നാളെ അവന് ഫുഡ് കുക്ക് ചെയ്ത് അവൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം അതിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അല്ല, ഇതിന് ഇത്ര അത്യാവശ്യത്തിൽ നേരിട്ട് കണ്ടു പറയേണ്ട കാര്യമുണ്ടോ? ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ എന്നെല്ലാം അവൾ ചോദിക്കുമ്പോ അത് പിന്നെ ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് വന്നപ്പോ കണ്ടിട്ട് വന്ന് വിചാരിച്ച് വന്നതാന്ന് പറഞ്ഞ് അവൻ ഇവൾക്ക് ഇഷ്ടമുള്ള ഒരു ജ്യൂസ് ബോട്ടിൽ കൊടുക്കുന്നു. അത് കാണുന്ന അവൾ വളരെ ഹാപ്പി ആവുന്നു. കാരണം ഇപ്പൊ തിരിച്ചു തന്റെ 17ാമത്തെ വയസ്സിൽ വന്ന സമയം അവൾ ഇത് വളരെയധികം മിസ് ചെയ്തിരുന്നു. ഇത് കുടിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിരുന്നെങ്കിലും മേടിച്ചു കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതിങ്ങനെ അപ്രതീക്ഷിതമായി കിട്ടിയപ്പോ അവൾ വളരെ ഹാപ്പിയായി അവനോട് ടാറ്റയൊക്കെ പറയുന്നത് സൂ കാണുന്നുണ്ട്. അടുത്ത ദിവസം സൂവും സോങ്ങും ക്ലാസ്സിലിരിക്കുമ്പോ അവിടേക്ക് എത്തുന്ന ലിൻ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുമ്പോ അത് തനിക്കുള്ള കോഡാണെന്ന് മനസ്സിലാക്കി സോങ് നേരെ അവൻ കുക്ക് ചെയ്ത ഫുഡ് ലിന്നിന് കൊണ്ട് കൊടുക്കുന്നതൊക്കെ സൂ ഒട്ടും താല്പര്യമില്ലാതെ കാണുന്നു. ആ ടീം സൂ ഇങ്ങനെ പ്രണയത്തെ പറ്റിയൊക്കെ ഡൗട്ട് ചോദിക്കുന്ന അവന്റെ കൂട്ടുകാരൻ, അല്ല നീ ഇത് കണ്ടോ? ഇതൊക്കെ കാണുമ്പോ സോങ്ങിന് ലിന്നിനെ ഇഷ്ടമെന്ന് തോന്നുന്നല്ലോ, നീ വെറുതെ സങ്കടപ്പെടേണ്ടി വരുമോന്നൊക്കെ കളിയാക്കുമ്പോ അത് കേൾക്കുന്ന സൂവിന് നല്ല കലിപ്പ് വരുന്നുണ്ട്. അടുത്ത ദിവസം പ്ലേ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ടീം ലിന്നിന്റെ ക്ലാസ്സും സൂവിന്റെ ക്ലാസ്സും അവിടെയുണ്ട്. ആ ഒരു സമയത്ത് ലിന്നും സൂവും മത്സരിച്ച് വർക്കൗട്ട്സ് ചെയ്യാണ്. അത് കണ്ട് ഇതിൽ ആര് ജയിക്കും എന്നുള്ള അമ്പരപ്പില് സോങ് അവിടെ ഇരിക്കുമ്പോ ഒരു പയ്യൻ ഇതേ കണ്ടില്ലേ, സോങ്ങിന്റെ എക്സ് ബോയ് ഫ്രണ്ടും കറന്റ് ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടും കൂടി മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുന്നു. എന്തായാലും അന്ന് PT പീരീഡ് കഴിഞ്ഞ് പോകാനായി നിൽക്കുമ്പോ ലിൻ സോങ്ങിന്റെ അടുത്തെത്തി അവളോട് ഒരു സഹായം ചോദിക്കുന്നു. അവനൊരു പെണ്ണിനെ ഡേറ്റ് ചെയ്യണം, പക്ഷെ ഇന്ന് വരെ ആരെയും ഡേറ്റ് ചെയ്യാത്തവന് അത് എങ്ങനെ വേണമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് അവൾ ആ കാര്യത്തിൽ അവനെ ഹെൽപ്പ് ചെയ്യണം. അവന്റെ കൂടെ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് ഈ വീക്കെൻഡ് വന്ന് എങ്ങനെ ഒരു പെണ്ണിനെ ഡേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അവനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അവളും സമ്മതിക്കുന്നുണ്ട്. അവൾ അങ്ങനെ വീക്കെൻഡ് പുറത്തേക്ക് പോകാനായി റെഡി ആവുമ്പോ എവിടെ പോവാണെന്ന് സൂ ചോദിക്കുന്നു. ഞാനിങ്ങനെ പുറത്ത് ലിന്നിന്റെ കൂടെ പോവാണെന്ന് അവൾ പറയുമ്പോഴേ അവന്റെ മുഖം വാടുന്നുണ്ട്. അവനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീയും വരുന്നോന്ന് അവള് വിളിക്കുമ്പോ ഞാനൊന്നുമില്ല, എനിക്ക് പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് അവൻ നല്ല ജാട ഇടുന്നുണ്ടെങ്കിലും അവന് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അവളെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ അവൻ ഒരുങ്ങി അവിടേക്ക് ചെല്ലുമ്പോഴേക്കും സോങ് ലിന്നിന്റെ കൂടെ ഓൾറെഡി അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇവനിപ്പോ ഇനി കയറണോ വേണ്ടയോ എന്നൊക്കെ മടിച്ച് അവിടെ വാതിൽക്കൽ നിൽക്കുമ്പോഴാണ് അവിടെ വെച്ച് യാദൃശികമായി മിലാനെ കാണുന്നത്. അല്ല, അകത്തേക്ക് വരുന്നില്ലെന്ന് അവള് ചോദിക്കുമ്പോ അവനൊന്നും മിണ്ടുന്നില്ല. അകത്ത് ഒരുപാട് സ്റ്റോറുകളുണ്ട്, അവിടെ സെക്കൻഡ് ഹാൻഡ് പഠിക്കുന്ന ബുക്ക് വിൽക്കുന്ന കടയുണ്ട്, നീ അതറിഞ്ഞു വന്നതല്ലേന്ന് പറഞ്ഞ് അവൾ അവനകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അകത്തെത്തി കഴിയുമ്പോ അവിടെ ലിന്നിനെയും സോങ്ങിനെയും കാണുന്നു. ഓ, ഇവരും ഇവിടെ ഉണ്ടോ? ഇവർ തമ്മിൽ ലൈനാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നെല്ലാം മിലാൻ സോങ്ങിനെ കമന്റ് അടിച്ചോണ്ടിരിക്കുമ്പോ സോങ് ഇവരെ കാണുന്നു. ഇവിടേക്ക് എത്തിയിട്ട് നീ ഇവിടെ വന്നോ? അല്ല, പഠിക്കാനുണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ എന്നല്ല അവൾ ഇങ്ങനെ കളിയാക്കുമ്പോ എന്താ നിനക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂന്ന് മിലാൻ ഏതാണ്ട് അവളുടെ കൂടെ സൂ ഡേറ്റിന് വന്നതാണെന്നുള്ള ഭാവത്തിൽ സംസാരിക്കുന്നു. ആ ഒരു സമയം സോങ്ങിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് സൂ നടന്നു പോകുമ്പോ സോങ്ങിനുള്ള സ്ലൈഡും സെലക്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു ലിൻ. ദേ ഇത് കൊള്ളാവോന്ന് അവൻ ചോദിക്കുമ്പോ എന്തൊരു ആറ്റിറ്റ്യൂഡ് ഇതെന്ന് സോങ് പിറുപിറുക്കുന്നു. തന്റെ കാര്യമാണെന്ന് കരുതി അവൻ ഇത് കൊള്ളാവോ എന്ന് വളരെ സ്വീറ്റ് ആയി ചോദിക്കുമ്പോ ഞാൻ നിന്റെ കാര്യമല്ല പറഞ്ഞ, അവന്റെ കാര്യം കണ്ടില്ല, അവൻ എന്നോട് വളരെ പുച്ഛത്തിൽ സംസാരിച്ചു പോയത്, എന്തോ അവന് ഇത്ര ദേഷ്യം എന്നെല്ലാം അവള് പിറുപിറുക്കുമ്പോ ഇപ്പോ അവന്റെ കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ലിന്നിന്റെ സങ്കടം വരുന്നു. ശരി, നീ ഇഷ്ടപ്പെടുന്ന പെണ്ണിന് ഗിഫ്റ്റ് നോക്കാൻ വന്നതല്ലേ, വാ നോക്കെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു സ്റ്റോളിൽ നിൽക്കുമ്പോ ഞാനിത് നിനക്ക് വേണ്ടിയാ നോക്കുന്നതെന്ന് പോലും നിനക്ക് ഇത്രയായിട്ടും മനസ്സിലാവുന്നില്ലെന്ന് അവൻ നെടുവീർപ്പിടുന്നുണ്ടായിരുന്നു. ഇതേ ടീം മിലാൻ അവളുടെ ഉള്ളില് സൂവിനോടുള്ള ഇഷ്ടം തുറന്നു പറയുമ്പോ സൂ അവളെ മൈൻഡ് ചെയ്യാതെ അവിടെ മാറി നിൽക്കുന്ന സോങ്ങിനെ തന്നെ നോക്കി നിൽക്കാണ്. സോങ് ഇങ്ങനെ ലിന്നിന്റെ കൂടെ ഉള്ളത് കണ്ട് സഹിക്കാൻ വയ്യാതെ സൂ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ മിലാന് സൂവിന് സോങ്ങിനെയാണ് ഇഷ്ടം എന്നത് കൺഫേം ആവുന്നു. അവൾ അത് അവനോട് തുറന്ന് ചോദിക്കുമ്പോ അവൻ അപ്പോഴും അതിനുത്തരം ഒന്നും പറയാതെ അവരെ തന്നെ നോക്കി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കറക്കം കഴിഞ്ഞ് സോങ് എത്തുമ്പോഴേക്കും സൂ അകത്ത് ഇരിപ്പുണ്ടായിരുന്നു. നീ നേരത്തെ വന്നോ? ലിന്നാണെങ്കിൽ വിടുന്നേയില്ല, എല്ലാ റൈഡിലും കയറി പല സ്റ്റോളുകളിലും കയറി ഇപ്പോഴൊന്ന് വരാൻ പറ്റിയെന്നെല്ലാം അവള് പറയുമ്പോ അവൻ അവളെ മൈൻഡ് ചെയ്യാതെ തന്നെ ഇരിക്കുകയാണ്. ആ ഒരു ടൈം ഇവൻ തന്നെ വെയിറ്റ് ചെയ്ത് ഇരുന്നതാണോ എന്ന് ഡൗട്ട് വരുന്നു. അവൾ അത് ചോദിക്കുമ്പോ അല്ലാന്ന് പറഞ്ഞ് അവൻ നിരസിക്കുന്നു. പക്ഷെ ബുക്ക് വായിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന അവൻ ബുക്ക് തലതിരിച്ചാണ് പിടിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോഴേ അവൾക്ക് അവൻ തന്നെ വെയിറ്റ് ചെയ്തിരുന്നതാണെന്ന് മനസ്സിലാവുന്നു. അവൾ ഇങ്ങനെയാണോ ബുക്ക് വായിക്കുന്നതെന്ന് ചോദിച്ചു അത് നേരെ വെച്ച് കൊടുക്കുമ്പോ അവൻ ആകെപ്പാടെ ചമ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അത് കണ്ട് സോങ്ങിനും ചിരി വരുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോകാനായി റെഡിയായി വരുന്ന സോങ്ങിനെയാണ്. അവൾ വരുമ്പോഴേക്കും അവിടെ സൂ ഉണ്ടായിരുന്നില്ല, അവൻ റെഡിയായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ച് ഒരു നോട്ടും എഴുതി വെച്ചിട്ടാണ് അവൻ പോയിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഇവനത് എവിടെ പോയി കാണുമെന്ന് ചിന്തിച്ച് അവൾ ഡേറ്റിന്റെ കാര്യം ഓർക്കുന്നത്. അന്നത്തെ ഡേറ്റ് കാണുമ്പോൾ അവൾക്ക് എന്തോ ഒന്ന് സ്ട്രൈക്ക് ആവുന്നുണ്ട്. അവളും വേഗം റെഡിയായി സ്കൂളിലേക്ക് പുറപ്പെടുന്നു. അന്ന് സ്കൂൾ കഴിഞ്ഞ് ബെല്ലടിക്കുമ്പോഴേ അവൾ സൂവിനോടൊന്നും മിണ്ടാതെ ഞാൻ ഡേറ്റിന് പോവാണെന്നും പറഞ്ഞ് ലെന്നിന്റെ കൂടെ ഒരു ഓട്ടമായിരുന്നു വെളിയിലേക്ക്. അവൻ എന്തോ അവളോട് പറയാനേ വന്നെങ്കിലും അത് കേൾക്കാൻ പോലും അവൾ നിൽക്കാഞ്ഞതുകൊണ്ട് അവന് വല്ലാത്ത നിരാശ വന്നാണ് അവൻ തിരിച്ച് വീട്ടിലേക്ക്
എത്തുന്നത്. ആ ഒരു സമയം ഉടനെ തന്നെ സോവിന്റെ അമ്മ അവനെ ഫോൺ ചെയ്യുന്നു. അമ്മ ജോലി ആവശ്യത്തിനായി പുറത്താണുള്ളത്, അവൻ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. മോനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് കോൾ അറ്റൻഡ് ചെയ്ത് അവനോട് അമ്മ പറയുമ്പോ അവൻ വളരെ സന്തോഷമാവുന്നു. ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചോ എന്ന് ചോദിക്കുമ്പോ എന്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി കേക്ക് കട്ടിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവൻ ഒരു കള്ളം അമ്മയോട് പറയാണ്. അല്ലെങ്കിൽ അമ്മ വിചാരിക്കില്ലേ അമ്മ അടുത്തില്ലാത്തതുകൊണ്ട് അവന്റെ ബർത്ത്ഡേ ഒന്നും ആരും ആഘോഷിച്ചില്ല എന്നോർത്ത് അമ്മയ്ക്ക് ഒരു സങ്കടം വരണ്ടായെന്ന് കരുതി. അവൻ അങ്ങനെ അമ്മയോട് സംസാരിച്ച കോള് കട്ട് ചെയ്യുമ്പോ എന്നാലും സോങ് എന്റെ ബർത്ത്ഡേ ഒന്നും ഓർത്ത് പോലും ഇല്ലല്ലോ എന്നൊരു നിരാശ അവന്റെ ഉള്ളിലുണ്ട്. ആ ഒരു സമയത്താണ് കറക്റ്റ് ആയി അവളുടെ ഫോൺ കോൾ വരുന്നത്. ഫസ്റ്റ് റിംഗ് അടിക്കുമ്പോഴേ ചാടി കയറി അവൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പുറത്ത് നിൽപ്പുണ്ട്, എന്റെ കയ്യിൽ കീ ഇല്ല, നീ ഒന്ന് ഡോറ് തുറക്കുമെന്ന് അവളെ ചോദിക്കുമ്പോ അവൻ വേഗം പോയി ഡോറ് തുറക്കുമ്പോ ആകെ ഷോക്കായി പോകുന്നു. കാരണം അവിടെ ഹാപ്പി ബർത്ത്ഡേ സൂ എന്ന് എഴുതിയ ഒരു ബർത്ത്ഡേ കേക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സോങ്ങിനെയാണ് അവൻ കാണുന്നത്. ഇവള് തന്റെ ബർത്ത്ഡേ മറന്നിട്ടില്ല എന്നോർക്കുമ്പോ അവന് വലിയ സന്തോഷം. ബർത്ത്ഡേ കേക്ക് മാത്രമല്ല ഗിഫ്റ്റും അവൾ ഇവന് വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നു. അത് നോക്കി അവൻ അവളെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറയുമ്പോ അത് കേട്ട് അവൾ ഡൗട്ടോടെ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുന്ന ടീം ഇല്ലല്ല ഗിഫ്റ്റ് ഇഷ്ടമായി എന്നാ പറഞ്ഞെന്ന് അവൻ പറയുന്നത് കേട്ട് അവളും ചിരിക്കുന്നു. എന്തായാലും ബർത്ത്ഡേ അല്ലേ, വിഷ് ചെയ്യാൻ മറക്കരുത്, ഇന്നത്തെ നിന്റെ ഏത് ആഗ്രഹവും നിറവേറുന്നതായിരിക്കുമെന്ന് അവള് പറയുമ്പോ അവൻ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് രാത്രി ഉറങ്ങാനായി പോകുന്നത്. പക്ഷെ ഉറക്കം വരാതെ അവള് കൊടുത്ത ഗിഫ്റ്റും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകാനായി റെഡി ആവുന്ന സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവള് എന്റെ ഡയറി കാണുന്നില്ല, ഞാൻ അത് തപ്പുക, നീ എന്നെ നോക്കി നിന്ന് ലേറ്റായി, സാറിന്റെ വഴക്ക് കേൾക്കണ്ട, പൊക്കോളാനായി അവള് നിർബന്ധിക്കുമ്പോ അവനും ക്ലാസ്സിലേക്ക് പോകുന്നു. അങ്ങനെ ക്ലാസ്സിലെത്തുന്ന അവൻ കാണുന്നത് അവന്റെയും സോങ്ങിന്റെയും സീറ്റിലിരുന്ന ക്ലാസ്സിലെ പയ്യന്മാര് പൊട്ടി പൊട്ടി ചിരിക്കുന്നതാണ്. എന്താണെന്ന് അറിയാൻ നോക്കുമ്പോ അവിടെ നിന്ന് അവർക്ക് ഒരു ഡയറി കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റാരുടെയല്ല, സോങ്ങിന്റെ ഡയറി തന്നെ. ആ ഡയറിയിൽ അവൾ ഇങ്ങനെ 10 വർഷം പിറകിലേക്ക് അവൾ ടൈം ട്രാവൽ ചെയ്തു വന്നു എന്നിങ്ങനെ അവളുടെ ലൈഫിൽ ഇപ്പോൾ ഈ ടൈം ട്രാവലിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച് അവന്മാര് ചിരിക്കുകയാണ്. അവൾ പൂർണ്ണമായിട്ട് എഴുതിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ അവൾ ടൈം ട്രാവൽ ചെയ്തതാണ് എന്നതിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവന്മാർക്ക് അത് വലിയൊരു തമാശയായിരുന്നു. അതിന്റെ കാര്യം പറഞ്ഞ് അവളുടെ കാര്യം ഓർത്ത് അവർ പൊട്ടി പൊട്ടി ചിരിക്കുമ്പോ അത് കാണുന്ന സൂവിന് ദേഷ്യം വരുന്നു. ഈ ഡയറിയല്ലേ അവള് തപ്പിക്കൊണ്ടുവന്നത്, ഇതിപ്പോ അവൾക്ക് വലിയ നാണക്കേടാവുമല്ലോ എന്ന് തോന്നുന്നവൻ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് തലയിട്ട് ഇതുപോലെ ആർത്ത് രസിച്ച് ചിരിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ലാന്ന് അവന്മാരോട് ദേഷ്യപ്പെട്ട് ആ ഡയറി ഇങ്ങ് വാങ്ങുന്നു. അപ്പോഴേക്കും സ്കൂളിലേക്ക് എത്തുന്ന അവളെ ഈ ഡയറി വായിച്ച പയ്യന്മാര് കണ്ട് കളിയാക്കുന്നു. ടൈം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, എത്ര വർഷമാ, 10ഓ അതോ 100ഓ? ഇതെല്ലാം മാറി നിന്ന് ലിൻ കാണുന്നുണ്ട്. കളിയാക്കിയ ആ ഒരു പയ്യനെ ലിൻ പിടിച്ചടിക്കുമ്പോ ഇതേ ടീം ഇതറിയാതെ സോവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവൻ ആ ഡയറി അവൾക്ക് കൊടുക്കുന്നു. ഈ ഡയറി വായിച്ച് മറ്റുള്ളവരെ തന്നെ കളിയാക്കുന്ന പോലെ ഇവനും കളിയാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്തോ പറയാനേ വരുമ്പോഴേക്കും സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞ് സോങ്ങിനെ ഒരു പെൺകുട്ടി വിളിച്ചുകൊണ്ട് പോകുന്നു. അവള് സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോ അവിടെ ലിന്നുണ്ട്. ലിൻ സോങ്ങിന്റെ ക്ലാസ്സിലെ ഒരു പയ്യനെ അടിച്ചുവെന്നും ആ പയ്യനോട് എന്തിനാ അടിച്ചെന്ന് ചോദിച്ചപ്പോ സോങ്ങിന് വേണ്ടി ലിൻ തന്നെ അടിച്ചതാണെന്ന് അവൻ കംപ്ലൈന്റ് പറഞ്ഞെന്നും പറയുന്നു. നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ എന്ന് സാറ് ചോദിക്കുമ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ലാന്ന് സോങ് പറയുന്നുണ്ട്. പക്ഷെ അവളെ ഇഷ്ടമാണെന്ന രീതിയിൽ തന്നെ ലിൻ നിൽക്കാണ്. സാറിനത് മനസ്സിലാവുന്നുണ്ട്. സാർ രണ്ടുപേരും പഠിക്കാൻ വന്നാൽ പഠിക്കണം, ആവശ്യമില്ലാത്ത പണിക്ക് പോയേക്കില്ലെന്ന് താക്കീത് ചെയ്ത് പുറത്തേക്ക് വിടുമ്പോ നീ ആ സാറ് പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടിയാണോ അവനെ അടിച്ചതെന്ന് അവള് ചോദിക്കുന്നു. ആ ഒരു ടീം അതിനുത്തരം കൊടുക്കാതെ നിനക്ക് സൂവിനെ ഇഷ്ടമാണോ എന്നായിരുന്നു ലിന്നിന്റെ ചോദ്യം. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന് അവൻ ആവർത്തിച്ച് ചോദിക്കുമ്പോ ഇഷ്ടമാ, ഇന്നോ ഇന്നലെയല്ല, കുറെ വർഷങ്ങൾ തൊട്ടേ എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറയുന്ന അവൾ വളരെ നിരാശയോടെ പക്ഷെ ഇനി എന്റെ ഇഷ്ടത്തിന് എന്ത് സംഭവിക്കും എന്നറിയില്ല, കാരണം ഞാനും അവനും ഒരു ലോകത്തിലല്ല ഇപ്പൊ ഉള്ളതെന്ന് അവള് പറയുമ്പോ അതിന്റെ ലോജിക്ക് കേട്ടു നിന്ന ലിന്നിന് മനസ്സിലായില്ലെങ്കിലും അവളുടെ ഉള്ളതേറെ അവനെ ഇഷ്ടമാണെന്ന് മനസ്സിലാവുന്നു. ലിൻ ഒരു ആൺകുട്ടി ആയതുകൊണ്ടാകാം സോങ്ങിനോട് ഒരു ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ലിൻ അവനും നിന്നെ തീർച്ചയായും ഇഷ്ടപ്പെടും, നിങ്ങൾ അങ്ങനെ നല്ല കപ്പിൾസ് ആവുമെന്ന് അവളോട് പറഞ്ഞു നടന്നു പോകുമ്പോ ഇവന് തന്നോടൊരു ഇഷ്ടമുണ്ടായിരുന്നു, തനിക്ക് അവനോട് പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടമില്ലാത്തത് അവന്റെ ഉള്ളിൽ നിരാശയായി മാറിയിട്ടുണ്ടെന്ന് ഈ സംസാരം കേൾക്കുന്ന സോങ്ങിന് മനസ്സിലാവുന്നു. അവൾ നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും എന്ന് പറയുമ്പോ അത് കേൾക്കുന്നവൻ തിരിഞ്ഞു നോക്കാതെ ശരി എന്നുള്ള രീതിയിൽ നടന്നു പോവാണ്. ഇവരിങ്ങനെ സംസാരിക്കുന്നത് മാറി നിന്ന് സൂ കാണുന്നുണ്ടായിരുന്നു. അവൻ ലിൻ പോയ ശേഷം വേഗം സോങ്ങിനെ കൂട്ടിക്കൊണ്ട് നേരെ റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. നീ ടൈം ട്രാവൽ ചെയ്തു വന്നതാണെന്ന് നീ എന്നോട് മുന്നേ പറഞ്ഞപ്പോ ഞാനത് അങ്ങനെ വിശ്വസിച്ചില്ല, പക്ഷെ ഇപ്പോഴും സയന്റിഫിക്കലി അങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. എങ്കിലും നിന്നെ വിശ്വസിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ശരിയാ, നീ ടൈം ട്രാവൽ ചെയ്തു വന്നതാ, പക്ഷെ നീ ഇനി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോ അവൾ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും നിന്നെ അങ്ങനെ പോകാൻ ഞാൻ സഹായിക്കാം, നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പ്ലാൻ ചെയ്യാമെന്നെല്ലാം അവൻ പറയുമ്പോ അവൾക്ക് അല്പം സമാധാനമാവുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ചെല്ലുന്ന അവളെ വീണ്ടും ടൈം ട്രാവലിന്റെ കാര്യം പറഞ്ഞ് കുട്ടികൾ കളിയാക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവരുടെ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിന്റെ ആ ഒരു ഭാഗം മുഴുവൻ
മുഴുവൻ ഇടിഞ്ഞു വീണു എന്ന കാര്യം അറിയുന്നത്. ഉടനെ എല്ലാവരും ഈ ഒരു കാര്യം നടക്കുമെന്ന് സോങ് പറഞ്ഞതല്ലേ എന്ന കാര്യം ഓർക്കുന്നു. സോങ്ങും ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന രീതിയിൽ വലിയ ജാട കാണിച്ചിരിക്കുമ്പോ അപ്പോ ഇവൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞത് സത്യമാണോ എന്നുള്ള എക്സൈറ്റ്മെന്റിൽ എല്ലാവരും എന്നെ പറ്റി ഞാൻ ഭാവിയിൽ ആരാവും എന്ന് പറ, എനിക്കെന്ത് പറ്റുമെന്ന് പറയാന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് കൂടുന്നു. അവൾ ഇങ്ങനെ നിങ്ങൾ തിക്കും തിരക്കും കൂട്ടാതെ ഒന്ന് ശാന്തരായിട്ടിരിക്കുക, ഓരോരുത്തർ ലൈൻ ബൈ ലൈൻ വന്നാ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാന്ന് വലിയ ജാട ഇട്ടിരിക്കുകയാണ്. എന്തായാലും പിന്നീട് സോങ്ങും സൂവും സംസാരിക്കുമ്പോ അന്ന് നടന്ന കാര്യങ്ങൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്താ ചിലപ്പോ നീ തിരികെ പോയാലോ എന്ന് പ്ലാനിങ്ങില് അന്ന് അവരുടെ ആ ഒരു റീയൂണിയൻ നടന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇപ്പൊ അവിടേക്ക് ചെല്ലുമ്പോ 10 വർഷങ്ങൾക്ക് ശേഷം അവിടെ വലിയൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് വെറും തരിശായ സ്ഥലമാണ്. ഇത് കണ്ട് അവൾ അന്തം വിട്ട് നിൽക്കുമ്പോ ഈ ഐഡിയ വർക്കൗട്ട് ആവില്ലെങ്കിൽ നമുക്ക് വേറെ ഐഡിയ നോക്കാന്നും പറഞ്ഞ് അവൻ പോകുന്നു. ഒരുപക്ഷെ അന്ന് നടന്ന റീയൂണിയന്റെ ഇടയിൽ സോങ് ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടാവോ, അതുകൊണ്ടാവോ ടൈം ട്രാവൽ ചെയ്ത് വന്നതെന്ന് തോന്നി ഒരു ഷോപ്പിലേക്ക് പോയി അവൾക്ക് കുടിക്കാനായി ഡ്രിങ്ക്സ് എടുക്കുന്നു. പക്ഷെ സൂ ഇപ്പോഴും പ്രായപൂർത്തിയായിട്ടില്ലാത്ത പയ്യനായതുകൊണ്ട് അവന് ജ്യൂസ് ബോട്ടിലാണ് അവൾ എടുക്കുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് ടൈം ട്രാവലിനെ പറ്റി അവൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ മിക്ക ഡ്രാമകളിലും ഒരു കിസ്സൊക്കെ നടന്നു കഴിഞ്ഞാണ് ഇതുപോലെ ടൈം ട്രാവൽ നടക്കുന്നതെന്നാണ് കാണുന്നത്. അത് കാണുമ്പോൾ അവൾ പെട്ടെന്ന് ഇവൻ കാണാതിരിക്കാനായി ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. അപ്പോഴേക്കും അവൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയും കാണാം താൻ അവളെ കിസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ടെൻഷനില് അവൻ പെട്ടെന്ന് അവിടെ ഇരുന്ന ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കാണ്. അവൻ ഇങ്ങനെ കുടിക്കുന്നത് അവൻ പതിയെ ഫിറ്റായി ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത്. അവൻ ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് അവന്റെ കവിളിൽ ഒരു കിസ് കൊടുക്കുന്നു. ടൈം ട്രാവൽ സംഭവിക്കുമോ എന്ന് അറിയാനായിട്ട് കൊടുക്കുകയാണെന്നുള്ള പേരിലാണ് അവൾ കൊടുക്കുന്നതെങ്കിലും അങ്ങനെ ആയിരുന്നില്ല. എന്തായാലും അതിനുശേഷം അവള് പതിയെ അവിടെ ഇരുന്ന് ഉറങ്ങുമ്പോൾ പിന്നീട് ഉറക്കം എണ്ണിക്കുന്ന സൂ അവളെ ബെഡിൽ കൊണ്ട് കിടത്തുന്നു. അതിനുശേഷം തിരിയുമ്പോഴാണ് അവളുടെ ടേബിളിൽ ആ ഒരു റെക്കോർഡർ ഇരിക്കുന്നത് അവൻ കാണുന്നത്. ആ ടീമാണ് ടൈം ട്രാവൽ ചെയ്തു വന്ന സോങ് തനിക്കൊരു കാസറ്റ് തന്ന കാര്യം അവൻ ഓർക്കുന്നത്. ഇനി ആ കാസറ്റ് ഈ റെക്കോർഡറിൽ ഇട്ടാൽ ഒരുപക്ഷെ ഇവള് തിരിച്ചു പോകുമോ, അതായിരിക്കുമോ തിരികെ പോകാനുള്ള വഴി എന്ന് തോന്നുന്ന അവൻ പക്ഷെ അത് ചെയ്യുന്നില്ല. എന്നാലും അടുത്ത ദിവസം രാവിലെ അവളോട് അതിനെപ്പറ്റി പറഞ്ഞ് ആ ഒരു കാസറ്റ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൾ അത് റെക്കോർഡറിൽ ഇടാനായി വരുന്നുണ്ടെങ്കിലും ഇനി അങ്ങനെ ഇട്ടാ താൻ പോയാലോ എന്ന് കരുതി അവൾ അത് ഇടാതെ എനിക്ക് ഇനിയും ടൈം വേണം, ചില കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാനുണ്ടെന്ന് അവനോട് പറയുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം സോങ് സൂവിനെയും കൂട്ടി ഒരു കടയിലേക്ക് ചെല്ലുന്നു. അതൊരു ചെറിയ റെസ്റ്റോറന്റ് ആണ്. ആ ഒരു റെസ്റ്റോറന്റ് അടുത്ത വർഷം പൂട്ടുമെന്നത് ഫ്യൂച്ചറിൽ നിന്ന് വന്ന സോങ്ങിന് അറിയാം. അതുകൊണ്ട് അവൻ അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ ഫേമസ് ആയ ഫുഡ് കഴിക്കാനായി നിൽക്കുകയാണ്. ക്യൂ നിന്ന് ഇവരുടെ ചാൻസ് എത്താറാകുമ്പോ ഇടയിൽ ആരോ കയറുന്നു. അങ്ങനെ ആ ഇടയിൽ കയറിയ ആളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ടീം അവളെ ദേഷ്യം വന്നയാൾ അടിക്കാനായി കൈ ഓങ്ങുമ്പോഴേക്കും മുന്നില് സൂ കയറി നിൽക്കാണ്. ആ ഒരു ടൈം അവൾക്ക് അടി കൊണ്ടില്ലെങ്കിലും കറക്റ്റ് ആയി മൂക്കിന്ന് രക്തം വരുന്നു. ഞാൻ അടിച്ചില്ലല്ലോ പിന്നെന്താന്ന് ചോദിച്ച് അയാൾ പെട്ടെന്ന് പേടിച്ചു മാറുമ്പോ എന്തായാലും കറക്റ്റ് ടൈമിങ്ങില് രക്തം വന്നതുകൊണ്ട് ഇടയിൽ കയറിയവൻ പോയ കണ്ടോന്നും പറഞ്ഞ് അവൾ അത് വലിയ കാര്യമായി എടുക്കുന്നില്ല. പക്ഷെ ഇവളുടെ മൂക്കിൽ നിന്ന് രക്തം വന്നതെന്ന് ഇത് കണ്ട് സൂ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് അവൾക്ക് പനി വരുന്നു. ആ ടീമെല്ലാം അവൻ വളരെ കെയറോട് കൂടി അവളെ നോക്കുമ്പോ അത് പിന്നെ ഞാനിപ്പോ ഈ ഒരു ടൈമിൽ നിൽക്കുമ്പോ ഇവിടെ നീയുണ്ട്, എന്റെ ഫാമിലി ഉണ്ട്, അച്ഛനും അമ്മയും ജോലിയുടെ ആവശ്യത്തിന് പോയിരിക്കുകയാണെങ്കിലും അവർ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു പോകാൻ തോന്നുന്നില്ല എന്നെല്ലാം അവള് പറയുമ്പോ എന്തായാലും നീ ഇപ്പൊ റെസ്റ്റ് എടുക്കുക, വയ്യല്ലോ, ബാക്കിയൊക്കെ പിന്നെ പറയാമെന്നായിരുന്നു അവൻ പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുമ്പോ അവിടെ വെച്ചും സോങ്ങിന് വയ്യാഴിക വരുന്നു. അവൾ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവനോട് എനിക്ക് അടുത്ത ദിവസം സൺറൈസ് കാണണമെന്ന് ആവശ്യപ്പെട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു സ്പോട്ടിലേക്ക് രണ്ടുപേരും കൂടി പോവുകയാണ്. അവിടെ അവൾ എൻജോയ് ചെയ്ത് നിൽക്കുന്ന ടീം വീണ്ടും അവൾക്ക് വയ്യാഴിക വരുന്നു. ഇത് കാണുന്ന അവന്റെ മുഖം വാടുന്നു. ഇത് പല തവണയായി നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിന്റെ ഹെൽത്തിനെ അത് ബാധിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ കയ്യിലെ റെക്കോർഡർ എടുത്ത് ആ ഒരു കാസറ്റ് അതിലിടുന്നു. ആ ടീം നീ അത് പ്ലേ ചെയ്യില്ലേ പ്ലീസ്, വേണ്ട എനിക്ക് തിരികെ പോകണ്ടെന്ന് അവള് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് എത്തുമ്പോ എനിക്കും നീ ഇവിടെ ഉള്ളത് തന്നെ ഇഷ്ടം, പക്ഷെ എന്റെ കൂടെ ഇല്ലെങ്കിലും നീ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം, ഫ്യൂച്ചറിൽ നമ്മൾ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടും, ഞാൻ നിന്നെ തേടി എത്തിയിരിക്കുമെന്ന് അവൻ അവൾക്ക് വാക്കുകൊടുത്ത് പതിയെ അത് ഓണാക്കുമ്പോ അവൾ ഇവിടെ നിന്ന് വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിൽ അതായത് ഇപ്പോ പ്രസന്റ് സമയത്തേക്ക് എത്തുന്നു. അവളുടെ ഫോൺ റിംഗ് അടിക്കുന്ന ശബ്ദം കേട്ട് ഉറക്കം എണ്ണിക്കുമ്പോ വിളിച്ചിരിക്കുന്നത് ഫ്രണ്ടാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ നിന്റെ ഒരു അനക്കവും ഇല്ലല്ലോ, റീയൂണിയനുള്ള ഡ്രസ്സും മേടിച്ച് എന്താ അതിന്റെ ഓർമ്മയിൽ ഇരിക്കുകയാണോ? നാളെ 9 മണിക്ക് തന്നെ നമുക്ക് അവിടേക്ക് പോകണം, ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാരും നമ്മളെ ഒരുമാതിരി നോക്കുന്നല്ല. ഫ്രണ്ട് പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോഴാണ് അവൾ ഡേറ്റ് നോക്കുന്നത്. റീയൂണിയന് ഒരു ദിവസം മുന്നെയാണ് ഇപ്പൊ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അപ്പോ ശരിക്കും ടൈം ട്രാവൽ സംഭവിച്ചിരുന്നോ അതോ താൻ ഒരു സ്വപ്നം കണ്ടതാണോന്ന് ആകെ കൺഫ്യൂഷനിലാണ് അവൾ. കാരണം മുന്നേ നടന്ന കാര്യങ്ങൾ അവൾക്കിപ്പോ നല്ല ഓർമ്മയുണ്ട്. എന്തായാലും അവൾ ആ കൺഫ്യൂഷനിൽ തന്നെ അടുത്ത ദിവസം റീയൂണിയൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഇവൾ ധരിച്ചിരുന്ന അതേ മോഡൽ വസ്ത്രം ധരിച്ച് വെയിട്രസുകളെ കാണുമ്പോൾ ഇത് സ്വപ്നം അല്ല റിയാലിറ്റിയാണ്, യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് കൺഫേം ചെയ്യുന്ന അവൾ അവിടെയെല്ലാം സൂവിനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവനെ അവിടെ കാണുന്നില്ല. അവനെ ഫോൺ വിളിക്കാനായി അവിടെയുള്ള അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നമ്പർ ചോദിക്കുമ്പോൾ നമ്പർ ഫോണിൽ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ കാണുന്നില്ലല്ലോ, എവിടെ പോയി അവന്റെ നമ്പർ എന്നൊരു റെസ്പോൺസ് ആണ് ലഭിക്കുന്നത്.
നോക്കുന്നത്. ഇതെന്താ അവന്റെ നമ്പർ ആരുടെയും കയ്യിലില്ലാതെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് എങ്ങനെ പോയിന്ന് അവളാകെ കൺഫ്യൂസ്ഡ് ആയി തിരക്കുന്നതൊക്കെ ഫ്രണ്ട് കാണുന്നുണ്ട്. ഫ്രണ്ട് കാര്യം ചോദിക്കുമ്പോ ഒന്നുമില്ല, ഞാനൊന്ന് മനസ്സൊന്ന് തണുപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകുന്നു. അവിടെ നല്ലൊരു ബീച്ച് ഉണ്ട്. അതിന്റെ അവിടെ നിന്നാണ് മുന്നേ ടൈം ട്രാവൽ ചെയ്ത് പോയപ്പോ അവൾ സൺസെറ്റ് കണ്ടതും ലാസ്റ്റായി സൂവിനെ കണ്ടതും. ഇപ്പൊ അവിടെ ചെന്ന് നിന്ന് അവനെ അവൾ വല്ലാതെ മിസ് ചെയ്യുന്നു. അവന്റെ കൂടെയുള്ള നല്ല ഓർമ്മകൾ ഓർക്കുന്നു. അങ്ങനെ അവൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ട് അവളെ തിരിഞ്ഞു നോക്കുമ്പോ അത് സൂ ആണ്. മുന്നേ ടൈം ട്രാവൽ ചെയ്ത് സ്കൂളിലേക്ക് തിരിച്ചു ചെന്നവൾ സൂവിനെ മുന്നിൽ കണ്ടപ്പോ ഈ ഒരു ചാൻസ് ഞാൻ മിസ്സാക്കരുത്, ഈ ഒരു സ്വപ്നം എനിക്ക് വീണ്ടും വന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞ് അവനെ കിസ് ചെയ്തിരുന്നില്ലേ. ഇപ്പൊ അതേ ഡയലോഗ് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് എത്തി അവളെ കിസ് ചെയ്യുന്നു. അവൾ വളരെ ഹാപ്പിയും സർപ്രൈസ്ഡും ആവുന്നു. അങ്ങനെ അവരിവിടെ ഒന്നിക്കുന്ന സമയം ടൈം ട്രാവൽ നടന്നു എന്നത് സോങ്ങിന്റെ വെറും ഒരു സ്വപ്നമല്ല, അത് റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് അന്ന് നടന്ന കാര്യങ്ങൾ ഇപ്പൊ തിരിച്ചെത്തിയ സോങ്ങിന് ഓർമ്മയുള്ളതുപോലെ തന്നെ സൂവിനും ഓർമ്മയുണ്ട് എന്നത് സൂചിപ്പിച്ചുകൊണ്ട് അന്ന് അവൾ പറഞ്ഞ അതേ കാര്യം ആവർത്തിച്ച് അവൻ അവളെ കിസ് ചെയ്തത്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായി നടന്ന ആ ഒരു ടൈം ട്രാവലിലൂടെ ഒരു പക്ഷേ ഒന്നിക്കാതെ പോകാൻ ചാൻസ് ഉണ്ടായിരുന്ന ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ അവളുടെ ക്രഷിനെ തന്നെ അവളുടെ ലവർ ആക്കാനായി ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ വളരെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ.